ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നീറ്റ് മോഡ്യൂൾ 6ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തായിരിക്കും. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കേട്ടോ. സൊല്യൂഷൻ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, സോ മൂവിങ് ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following must be known in order to determine the power output of an automobile? ഓട്ടോമൊബൈലിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫൈനൽ വെലോസിറ്റി ആൻഡ് ഹൈറ്റ്, ഓപ്ഷൻ ബി മാസ് ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് പെർഫോംഡ്, ഓപ്ഷൻ സി ഫോഴ്സ് എക്സെർട്ടഡ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് മോഷൻ, ഓപ്ഷൻ ഡി വർക്ക് പെർഫോംഡ് ആൻഡ് ടൈം എലാപ്സ്ഡ് ഓഫ് വർക്ക്. അത് ഉറപ്പല്ലേ ടൈമാണെന്ന്. ടൈമും വർക്ക് വന്നു. കാരണം പവറിൻ്റെ ഡെഫിനിഷൻ തന്നെ അതല്ലേ. എന്താ പവറിൻ്റെ ഡെഫിനിഷൻ? പവർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ബൈ ടൈം. സോ യു നീഡ് ബോത്ത് വർക്ക് ആൻഡ് ടൈം. ടൈം രണ്ട് തന്നിട്ടുണ്ടോ, വർക്കും പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്, വർക്കിനെ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എഴുതാം, എഫ് ബൈ. ഇപ്പോൾ ഫോഴ്സിൻ്റെ വെലോസിറ്റി എഴുതാം. അപ്പോൾ അവിടെ ഫോഴ്സും വെലോസിറ്റിയും ആയിരുന്നെങ്കിൽ ഇത് ഓപ്ഷനാണ്, പക്ഷെ ഒരു ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ ഓപ്ഷൻ ഡി ഈസ് ദ പെർഫെക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇതെല്ലാവരും ശരിയാക്കിയില്ലേ? ഓക്കെ. Okay, then moving to the next question. Okay. Question number 2. The work done in stretching a spring of force constant K from the length L1 and L2 is? Option A, K into L2 square minus L1 square. Option B, half K into L2 square minus L1 square. Option C, K into L2 minus L1. And option D, K by 2 into L2 plus L1. ഓക്കെ, വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് നിങ്ങൾ സ്പ്രിങ്ങിൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്കല്ലേ സ്പ്രിങ്ങിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യടാ. അപ്പോൾ നിങ്ങൾ സ്പ്രിങ്ങിനെ ആലോചിച്ച് നോക്ക്. ഇത് സ്പ്രിങ് ആണ് വിചാരിക്കും. വെയിറ്റ്, സോ അസ്യൂം സപ്പോസ് ദിസ് ഇസ് സ്പ്രിങ്. സ്പ്രിങ് ആണ് വിചാരിക്കും. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. അപ്പോൾ ഇത് സ്പ്രിങ്ങിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഈ സ്പ്രിങ്ങിനെ എങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്താൽ ആ സ്പ്രിങ്ങിൻ്റെ മുകളിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്ത വർക്കാണ് എന്തായിട്ട് മാറിയത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തത്. നമ്മൾ പഠിച്ചില്ലേ, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് കൺസർവേറ്റീവ് ഫോഴ്സ് വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ സിസ്റ്റം. ശരിയല്ലേ? അപ്പം പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ക്വസ്റ്റിൽ അവർ പറഞ്ഞത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ ആണ്, ഫോഴ്സ് കോൺസ്റ്റൻറ്റ് വാല്യൂ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് വാല്യൂ കെ ആണ്. ഇനി ലെങ്ത്ത് L1 നിന്ന് L2 ആണ് കേട്ടോ. L1 നിന്ന് L2ലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അപ്പം L1 നിന്ന് L2ലേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ L1 ആണ സമയത്തുള്ള എനർജി എത്രയാണ്? L1 ഉള്ള ഹാഫ് കെ. ആ L1 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെച്ച് ചെയ്ത ലെങ്ത്താണ് കേട്ടോ. അപ്പം U1 ബിക്കം ഹാഫ് കെ ഇൻറ്റു L1 സ്ക്വയർ ആൻഡ് U2 ബിക്കം ഹാഫ് കെ ഇൻറ്റു L2 സ്ക്വയർ. ശരിയല്ലേ? ഇതിൽ L2 കേട്ടാൽ L1 ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ആ വർക്ക് എന്ന് പറയുമ്പോൾ U2 മൈനസ് U1 ആയിരിക്കും. ശരിയല്ലേ? സോ ഇറ്റ് ഷുഡ് ബി വർക്ക് ഈക്വൽ ടു U2 മൈനസ് U1. സോ ഹാഫ് കെ ഇൻറ്റു L2 സ്ക്വയർ മൈനസ് L1 സ്ക്വയർ. ശരിയല്ലേ? ഹാഫ് കെ ഇൻറ്റു L2 സ്ക്വയർ മൈനസ് L1 സ്ക്വയർ. ഇതായിരിക്കും ആൻസർ. ഹാഫ് കെ ഇൻറ്റു L2 സ്ക്വയർ. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. A block of weight W is pulled at a distance L along a horizontal table. The work done by the weight is. Okay. ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് ഇമാജിൻ. ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് അതിൻ്റെ മുകളിൽ ബ്ലോക്കിനെ ടേബിളിൽ വെച്ചാട്ടോ. അതിനെ വലിച്ചിട്ട് ഹൊറിസോണ്ടൽ ടേബിളാണ്. അതിനെ വലിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും കേട്ടോ. ആ ടേബിളിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അസ്യൂം ഡിസ്റ്റൻസ് L ആണ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്ത് നിങ്ങൾ വലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യും. പക്ഷേ വർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിൽ ഏത് വർക്കാണെന്ന് നോക്കണം. അതായത് ഏത് ഫോഴ്സ് ചെയ്ത വർക്കാണെന്ന്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ ബൈ വെയിറ്റ്. അപ്പോൾ നിങ്ങൾ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിനെയും ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആദ്യം വരയ്ക്കണം. ക്ലിയർ അല്ലേ? ഈ ബോഡീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, താഴോട്ട്. ബോഡീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഇങ്ങോട്ട്. സോ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദം? 90 ഡിഗ്രി. സോ വർക്ക് ഈസ് 0. സോ വാട്ട് ഈസ് വർക്ക് ഈസ് ഈക്വൽ ടു FS cos theta. ശരിയല്ലേ? FS cos theta. If angle between the force and displacement is 90, it becomes 0 and the entire time becomes 0. അപ്പം 90 ഡിഗ്രി വരുന്ന സമയത്ത് വർക്ക് 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേടാ? കറക്റ്റ്. ഓക്കെ. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, സോ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 4. Okay. A force of 3I cap plus 4J cap Newton act on a body and displaced it by 3I plus 4J meter. Then the work done by the force is. Okay. Option A 5 joule. Option B 25 joule. Option C 10 joule. Option D 30 joule. Clear? Force in displacement F dot S ചെയ്താൽ force എന്താ 3I cap plus 4J cap. Displacement എന്താ 3I cap plus 4J cap. രണ്ട് സെയിം അല്ലേ? Okay, this is Newton meter. So F dot S dot product നേരെ ചെയ്യടാ. Dot product 3 into 3 9 plus 4 into 4 16. It become 25 joule. So answer is option B. Clear അല്ലേ? Question number 4. Answer option B. Clear? Okay, then moving to question number 5. Okay, moving to question number 5. Okay. So a mass m1 moves with a greater velocity. It strikes another mass m2 at rest in head-on collision. It comes back along its path with low speed after the collision. Then option A, m1 is greater than m2. Option B, m1 is less than m2. Option C, m1 is equal to m2. Option D, cannot say. Okay. ഞാൻ ക്വസ്റ്റ്യൻ അനുസരിച്ച് പറയാം. എടാ ഒരു മാസ് m1 ഉണ്ട്, അതായത് m1 എന്ന് പറഞ്ഞ മാസ് ഉണ്ട്. ആ m1 ഉള്ള മാസ് ഒരു ഗിവൺ വെലോസിറ്റി, ഒരു ഹ്യൂജ് വെലോസിറ്റി ആയിട്ട് വിത്ത് എ ഗ്രേറ്റ് വെലോസിറ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വേറൊരു മാസ് ഇവിടെ ഉണ്ട്. ആ മാസ് എന്താണ്? ഇവിടെ ആലോചിച്ചു. ആ ഒരു മാസ് ഉണ്ട്, ആ മാസ് ഇവിടെ റെസ്റ്റിലാണ്. ആ മാസ് എന്താ? m2. ദാറ്റ് വെലോസിറ്റി ഈസ് 0. സോ u2 ഈസ് 0. ഓക്കെ, ദിസ് ഈസ് മൂവിങ് വിത്ത് ലാർജ് വെലോസിറ്റി v. ക്ലിയർ? ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നേരെ വന്നിട്ട് സെക്കൻഡ് മാസിനെ ഇടിക്കുകയാണെന്ന് വിചാരിക്കും. അത് അവർ പറയുന്നുണ്ട് ഹെഡ് ഓൺ കൊളീഷൻ. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ 1 dimensional കൊളീഷൻ, ശരിയല്ലേ? ഇത് കംസ് ബാക്ക്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇടിച്ച് കഴിഞ്ഞിട്ട് ഇറ്റ് കം ബാക്ക് അലോങ് ഇറ്റ്സ് പാത്ത് വിത്ത് ലോ സ്പീഡ്. അപ്പോൾ അത് ഇടിച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പം അതിൽ പിന്നെ സ്പീഡ് കുറവാണെന്ന് അവർ പറയുന്നത്. ഇടിച്ചിട്ട് സ്പീഡ് എന്താകുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അത് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഹെഡ് ഓൺ കൊളീഷൻ അല്ല. അപ്പോൾ അത് ഇടിച്ചിട്ട് സെയിം വെലോസിറ്റി അല്ല വരുന്നത്. അല്ലെങ്കിൽ ആ ഇടിച്ചിട്ട് കുറച്ച് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റേ ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും ആഫ്റ്റർ കൊളീഷൻ. ദെൻ ചോദിച്ചിരിക്കുന്നത് m1 m2 ഏതാണ് ഹയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ m1 ഈസ് ഹയർ ദാൻ m2. ഓപ്ഷൻ ബി m1 ഈസ് ലെസ് ദാൻ m2. ഓപ്ഷൻ സി m1 ഈക്വൽ ടു m2. ഓപ്ഷൻ ഡി കനോട്ട് സേ. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 രണ്ട് എന്താണ് മാസുകൾ റിലേഷൻ ഉണ്ട്. ഒന്ന് m1 ഈക്വൽ ടു m2 അല്ല, അത് ഉറപ്പിച്ചോ. അപ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ m1 എന്തായിരിക്കണം? m2നേക്കാൾ കൂടുതലായിരിക്കണം. m1 m2നേക്കാൾ കൂടുതൽ വരില്ല. അതെന്താ സംഭവിക്കുക? m1 m2നേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ അത് ഇടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് വരികയാണെങ്കിൽ എന്തായാലും അത് ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എനർജി ലോസ് ഇല്ലേ, ആ ലോസ്, അതായത് ഇതിൻ്റെ വെലോസിറ്റി ഇതിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇരിക്കുക. ആ സമയത്ത് അവർ പറയുന്നത് സ്പീഡ് വെറും കുറഞ്ഞതല്ല, വെരി ലോ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുറയണമെങ്കിൽ ആ ഇമ്പാക്റ്റ് കൺസിഡറബിൾ ആയിരിക്കണം. ഇമ്പാക്റ്റ് കൺസിഡറബിൾ ആണെങ്കിൽ m2 എന്തായാലും അത്യാവശ്യം നല്ല സൈസിലായിരിക്കണം. എന്നാലേ അതിൻ്റെ തിരിച്ചു വരുന്ന വെലോസിറ്റി നല്ല രീതിയിൽ കുറയുള്ളൂ, ശരിയല്ലേ? സോ വിച്ച് മീൻസ് m2 ഈസ് ഹയർ ദാൻ m1. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ m2 m1നേക്കാൾ എന്താണ്? കൂടുതലാണ്. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഓപ്ഷൻ ബി. ക്ലിയർ? 5 ഓപ്ഷൻ ബി വിൽ ബി മോർ ആക്യുറേറ്റ്. ഐഡിയ മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. Okay, then moving to question number 6. Okay. A particle is acted upon by a force of constant magnitude which is always perpendicular to the velocity of the particle. The motion of the particle takes place in the plane. It follows that option A, its kinetic energy is constant. Option B, its acceleration is constant. Option C, its velocity is constant. Option D, it moving along a straight line. Clear? ഓക്കെ, നോക്കണേ, ഒന്നൊരു വായിക്കണേ. എ പാർട്ടിക്കിൾ ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. അത് ശരിക്കും ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ അറിയണം? ആ ഏറ്റവും നല്ല എക്സാമ്പിൾ പിന്നെ സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷനിൽ പിന്നെ സെൻട്രിപിറ്റലോ അല്ലെങ്കിൽ സെൻട്രിഫിക്കൽ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ആക്ട് ചെയ്യുക. ഈ ഫോഴ്സ് പാർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് ഈസ് ആൾവേസ് 90 ഡിഗ്രി, ശരിയല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ടേക്ക് പ്ലേസ് ഇൻ ദ പ്ലെയിൻ ഫോളോസ് ദാറ്റ്. അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് ഇത് ശരിക്കായിട്ട് ആവശ്യമില്ല. എടാ 90 ഡിഗ്രി ആണെങ്കിൽ എടാ
90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് എത്രയാണ് ഞങ്ങൾ പറയും 90 ഡിഗ്രി ആണെങ്കിൽ സാർ വർക്ക് 0. എടാ വർക്ക് 0 ആണെങ്കിൽ വർക്കിന് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ, ശരിയല്ലേ? ഇഫ് ദർ ഈസ് നോ വർക്ക് W0 വിച്ച് മീൻസ് K ഈസ് കോൺസ്റ്റൻറ്റ്, ശരിയല്ലേ? സോ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. അല്ല അങ്ങനെ ആലോചിക്കേണ്ട, നിങ്ങൾ വർക്ക് എനർജി തിയറം ആലോചിച്ചാൽ മതി. വർക്ക് എനർജി തിയറം പ്രകാരം ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്, ശരിയല്ലേ? ബട്ട് സാർ വർക്ക് ഈസ് 0, വർക്ക് 0 ആണ്. വർക്ക് 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് മോർ ആക്യുറേറ്റ് ആൻസർ, ഓപ്ഷൻ എ. എടാ ശരിയല്ലേടാ? കറക്റ്റ്. ഓക്കെ, question number 6 is over. Then moving to question number 7. Okay. The temperature at the bottom of a high waterfall is higher than that at the top because option A, by itself heat flows from high to low temperature. The difference in the height causes difference in the pressure. The thermal energy is transformed into mechanical energy. The mechanical energy is transformed into thermal energy. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ടെമ്പറേച്ചർ ബോട്ടത്തിൽ വാട്ടർഫാൾസിൻ്റെ ബോട്ടത്തിൽ ടെമ്പറേച്ചർ ടോപ്പിനേക്കാൾ കൂടുതലാണെന്ന് അവർ പറയുന്നത്. അല്ല, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ ചിന്തിച്ച് നോക്ക്. ഇതിപ്പോൾ വാട്ടർഫാൾസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വാട്ടർഫാൾസ് ആണെങ്കിൽ ഇതിൻ്റെ എത്ര ഹൈറ്റിൽ നിന്നാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർ പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലും ഇവിടുത്തെ ടെമ്പറേച്ചർ കുറവാണെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ഇതിങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ഫോളോ ചെയ്യുന്ന വാട്ടറില്ലേ, ഈ വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും. ഇത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അത് കംപ്ലീറ്റ് അല്ല, അത് കുറച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും, ലോസ്, ശരിയല്ലേ? അപ്പോൾ ആ ഇമ്പാക്റ്റ് ആണ് ഇതിൻ്റെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത്, ഉറപ്പല്ലേ? സോ ദർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹീറ്റ് എനർജി, ശരിയല്ലേ? സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? Transform. The mechanical energy is transformed into thermal energy. So this is more accurate. Option D is the correct answer. Clear? Okay, like clear? Okay. Okay, then moving to next question number 8. The vessels A and B of equal volume and weight are immersed in water to depth h. The vessel A has an opening at the bottom through which the water can enter. If the work done in immersing A and B are WA and WB respectively, then option A, WA equal to WB, option B, WA is less than WB, option C, WA is greater than WB, option A, WA is greater than or equal to WB. Clear അല്ലേ? ഓക്കെ, എടാ ഇത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത് ഇൻ ഡെപ്തിലൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ക്ലാസ്സിലെടുത്ത സമയത്ത് ഞാൻ ഇതുപോലത്തെ ഒരു എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 2 വെസൽ ഉണ്ടടാ, വെസൽ എയും വെസൽ ബിയും. ഈ 2 വെസൽ എടുത്താൽ, വെസൽ എയും വെസൽ ബിയും എടുത്താൽ, ഈ വെസൽ എ ഉണ്ടല്ലോ, വെസൽ എക്ക് എന്തുണ്ട്? ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞ താഴെ അത് നോക്കുക. വെസൽ എ ആസ് എൻ ഓപ്പണിംഗ് അറ്റ് ദി ബോട്ടം ഓഫ് ദി, സോ ഹിയർ വാട്ടർ വിൽ എൻ്റർ. നിങ്ങളിത് താഴോട്ട് താത്തുമ്പോൾ ഇതിനകത്ത് എന്ത് എൻ്റർ ചെയ്യും? വാട്ടർ എൻ്റർ ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് വാട്ടർ എൻ്റർ ചെയ്യും, കാരണം ഇവിടുത്തെ പ്രഷർ കുറവ്, ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്. താഴോട്ട് പോകുമ്പോൾ പ്രഷർ പുറത്ത് കൂടുതലും ഉള്ളിൽ കുറവാകും. ഉള്ളിൽ കുറവാകുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. എടാ വാട്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്ടറിൻ്റെ വെയിറ്റും കൂടി താഴോട്ട് ആക്ട് ചെയ്യില്ലേ? അപ്പം ഇങ്ങനെ താത്താൻ സുഖമായിരിക്കില്ലേ? അതായത് എൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് ബീൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്കിനേക്കാൾ കുറവായിരിക്കും, ഒരു സംശയം വേണ്ട. WA ഈസ് ലെസ് ദാൻ WB. അത് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കി. അതായത് നിങ്ങളടുത്ത് ഒരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിനകത്തേക്ക് നിങ്ങൾ ഒരു കുപ്പി എടുക്കുക. ആ കുപ്പീനകത്ത് ഒരു കുപ്പി എടുക്കുക. ആ കുപ്പി നിങ്ങൾ പിന്നെ ബോട്ടിൽ അടയ്ക്കുക. ആ ബോട്ടിൽ നിങ്ങൾ അടച്ച് കംപ്ലീറ്റ് എയർ ടൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തിടുക. അപ്പം ഇടുമ്പോൾ ഉറപ്പായിട്ട് ഫ്ലോട്ട് ചെയ്യും. നിങ്ങൾ ആ സാധനത്തിൻ്റെ താത്താൻ നോക്കുക. താത്താൻ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും താത്താൻ, കാരണം ഡിസ്പ്ലേസ്ഡ് ബോഡി അത്രയും കൂടുതലാണ്. അപ്പോൾ ബോയിൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളെന്താ ചെയ്യുന്ന അറിയുമോ? ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ച് താത്തി വയ്ക്കുക. വേഗം താവാൻ പറ്റും, കാരണം ആ വെള്ളത്തിൻ്റെ വെയിറ്റും കൂടി നിങ്ങളെ താഴോട്ടേക്ക് ഹെൽപ്പ് ചെയ്യും, ശരിയല്ലേ? അത്ര തന്നെയുള്ള സംഭവം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ അത് താത്താനുള്ള വർക്ക് കുറവായിരിക്കും, ശരിയല്ലേ? ക്ലിയർ? സോ വാട്ട് ഈസ് ആൻസർ? സോ ഓപ്ഷൻ ബി. സോ ക്വസ്റ്റ്യൻ നമ്പർ 8, ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. Okay. Then moving to the next question. Question number 9. Okay.
An engine pump is used to pump a liquid of density rho continuously through a pipe of cross-sectional area A. If the speed of flow of the liquid in the pipe is V, then the rate at which the kinetic energy is being imparted to the liquid is. Oh, kinetic energy in the rate. Kinetic energy in the rate. Clear അല്ലേ? Kinetic energy in the rate അല്ലേ? അപ്പോൾ the rate at which the kinetic energy is being imparted to the liquid. Kinetic energy rate എന്ന് പറഞ്ഞാൽ പവറാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ഹാഫ് എ റോ വി ക്യൂബ്, ഓപ്ഷൻ ബി ഹാഫ് എ റോ വി സ്ക്വയർ, ഓപ്ഷൻ സി ഹാഫ് എ റോ വി, ഓപ്ഷൻ ഡി എ റോ വി. ശരിയല്ലേ? ഓക്കെ, സോ നോക്ക് ആ ക്വസ്റ്റ്യൻ ഇത് ശരിക്കും ഉണ്ടല്ലോ, കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആൻസർ പറയാം. എങ്ങനെ ആൻസർ പറയാം? നിങ്ങൾക്ക് യൂണിറ്റ് നോക്കിയാൽ മതി. എടാ പവറിൻ്റെ യൂണിറ്റ് വരുന്ന ടേം നോക്കിയാൽ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ അവർ ചോദിച്ചത് പവറാണ്, റേറ്റ് എന്നല്ല, റേറ്റ് അറ്റ് വിച്ച് എന്നല്ല, അപ്പോൾ പവറാണ്. പവർ എന്ന് പറയുമ്പം യൂണിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈം എന്ന് പറയുമ്പോൾ ജൂൾ പെർ സെക്കൻഡ്, അതാണ് വാട്ട്. അതായത് സെയിം യൂണിറ്റ് വരുന്ന സാധനം നോക്കിയാൽ അതിലൊരു ഐഡിയ ഉണ്ട്, ഫ്ലോ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യാം അല്ലേ. ഇതാ നോക്കിക്കോ. അപ്പോൾ അതിൽ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളത് നമുക്കെന്താ യൂണിറ്റ് വരിക, ഏരിയ ആകുമ്പോൾ എന്ത് വരും, മീറ്റർ സ്ക്വയർ ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുമ്പം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പം വെലോസിറ്റീൻ്റെ ക്യൂബ്, അപ്പം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൻ്റെ ക്യൂബ്. ശരിയല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? മീറ്റർ ക്യൂബും ക്യാൻസൽ ആവും. അപ്പോൾ എന്താ കിട്ടുക, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിൻ്റെ ക്യൂബ്. ഇതിനുള്ള പവർ. ശരിയല്ലേ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അതിൽ ഐഡിയ ഉണ്ട്. കിലോഗ്രാമേ ഇത് സെയിം സാധനമാണ്. ഇതിൽ കിലോഗ്രാം ഇവിടെ നോക്കി, കിലോഗ്രാം മീറ്റർ സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്താ, ആക്സലറേഷൻ. അത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക, മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ശരിയാ, കറക്റ്റാ. ഇതെന്താ സാധനം, ഇത് ഫോഴ്സ്. ഇതെന്താ സാധനം, വെലോസിറ്റി. വാട്ട് ഈസ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, പവർ. സോ ദിസ് ഈസ് ദ ആൻസർ ഇറ്റ് സെൽഫ്, ഓപ്ഷൻ എ. ക്ലിയർ? ഓക്കെ, ശരിയല്ലേ? അത് നിങ്ങൾ പുട്ട് ചെയ്ത് നോക്കിയാൽ ചേട്ടാ 9, അത് നോക്കിയാൽ മതി. അത് അവരെ ഉദ്ദേശം അത് തന്നെയാണ്, അത് വെച്ച് ചെയ്യാനാ. ഇനി നിങ്ങളോട് പവർ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ആ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചോദിച്ചത് ദ സ്പീഡ് ഓഫ് ഫ്ലോ, ലിക്വിഡിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, വി ആണ് തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി റേറ്റിൻ്റെ കൈനറ്റിക് എനർജിയുടെ റേറ്റാണ് ചോദിച്ചത്. അപ്പോൾ കൈനറ്റിക് എനർജി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബെർണോളിസ് ഇക്വേഷൻ പ്രകാരം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഹാഫ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആദ്യം പറയും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ശരിയല്ലേ? കൈനറ്റിക് എനർജിയുടെ റേറ്റ്, അപ്പോൾ കൈനറ്റിക് എനർജി ബൈ ടൈം. അപ്പോൾ എന്താ വരിക, ഹാഫ് ഇൻറ്റു നോക്കിക്കോട്ടോ, ഡെൻസിറ്റീനെ മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതിക്കൂടെ. ഇത് ശ്രദ്ധിക്കണം, ഇത് വെലോസിറ്റിയാണ്. ഞാൻ ഇങ്ങനെ എഴുതാം, ഇവർ എഴുതിയ പോലെ തന്നെ. ഇതാണ് വി കേട്ടോ, റോ. ഓക്കെ, ഇത് വോളിയത്തിൻ്റെ വി ആട്ടോ, വി സ്ക്വയർ ബൈ ടൈം, റേറ്റ് ആണ്. ഇനി ശ്രദ്ധിച്ച് നോക്കിയോ, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു വെലോസിറ്റിനെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു വി സ്ക്വയർ ബൈ ടി എഴുതാൻ പറ്റുമോ? എന്താ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് വെലോസിറ്റി. സോ ദിസ് ബിക്കം വി. സോ വി ഇൻറ്റു വി സ്ക്വയർ വി ക്യൂബ്, ഇറ്റ് ബിക്കം ഹാഫ് റോ എ വി ക്യൂബ്. സോ യു ആർ ഗെറ്റിംഗ് സെയിം ആൻസർ, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം, അത് നിങ്ങളെ ഇഷ്ടം, അല്ലാതെ തന്നെ ചെയ്യാം. ക്ലിയർ? ഓക്കെ. Then moving to the next question. Okay. Question number 10. A boy of mass 1 kilogram is moving in a vertical circular path of radius 1 meter. The difference between the kinetic energy in the highest and lowest positions are option A 20 joule, option B 10 joule, option C 4√5 joule, option D 10√5 minus 1 joule. Clear? Okay. Question number 10 നോക്കാം കേട്ടോ. ഞാൻ ഒന്നൊരു പറയാം. എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം ഇസ് മൂവിങ് ഇൻ എ വെർട്ടിക്കൽ സർക്കുലർ പാത്ത്. ഒരു വെർട്ടിക്കൽ സർക്കുലർ പാത്ത് ഉണ്ട്. ഓക്കെ, ഒരു വെർട്ടിക്കൽ സർക്കുലർ പാത്ത് ഉണ്ട്. ഈ വെർട്ടിക്കൽ സർക്കുലർ പാത്തിൽ അവർ പറയുന്നത് റേഡിയസ് 1 മീറ്റർ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൈനറ്റിക് എനർജി അറ്റ് ദി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഹയസ്റ്റ് പൊസിഷനും ലോവസ്റ്റ് പൊസിഷനും തമ്മിലുള്ള കൈനറ്റിക് എനർജീൻ്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. എത്രയാണെന്നാണ് കാണേണ്ടത് അല്ലേ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൈനറ്റിക് എനർജീസ് ഓഫ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പൊസിഷൻ. ഓക്കെ,
ഹയസ്റ്റ് പൊസിഷൻ ലോവസ്റ്റ് പൊസിഷൻ കൈനറ്റിക് എനർജീൻ്റെ ഡിഫറൻസ് ശരിയല്ലേ? കാരണം അത് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആണെങ്കിൽ ഏറ്റവും ടോപ്പിലെ വെലോസിറ്റി ഡ്രോപ്പ് നിങ്ങൾ ഇങ്ങനെ അടിച്ചാൽ ഈ പോയിന്റിലെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി 0. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ആലോചിച്ച് നോക്കും കേട്ടോ. ഇത് 6 അല്ലേ? 6 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ്? 1 മാസ് 1 കിലോഗ്രാം, റേഡിയസ് 1 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് 1 മീറ്ററും ഇത് 1 മീറ്ററും ആയി ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്ര വരും? വി. ഇത് യു എന്ന് എഴുതാം, യു. സോ ഇറ്റ് ബിക്കം √2g ഇൻറ്റു എച്ച്. എച്ചിൻ്റെ വാല്യൂ 2. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് പറ. ഹാഫ് എം ഇൻറ്റു, അപ്പോൾ എന്ത് വരും? ഡെൽറ്റ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഓക്കെ ഇവിടുത്തെ വെലോസിറ്റി അതിൻ്റെ സ്ക്വയർ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ 0. ഓക്കെ, ഹാഫ് എമ്മിൻ്റെ വാല്യൂ 1 ആകുന്നുണ്ട്. വി സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ വയ്ക്കും, ഇതിൻ്റെ സ്ക്വയർ 4g വരും ശരിയല്ലേ? സോ ദീസ് ടു ഗെറ്റ് ക്യാൻസൽ 2. സോ g 20, സോ g 10, സോ 20, സോ യു വിൽ ഗെറ്റ് 20 ജൂൾ. 20 ജൂൾ അല്ലേ ഡിഫറൻസ് നോക്കൂ. 20 ജൂൾ ഉണ്ട് ഓപ്ഷൻ എ. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സാർ അതെന്താ സാറ് ഇവിടെ 0 എടുത്തതെന്ന് പറഞ്ഞാലേ അത് നിങ്ങൾക്ക് വേറെ വാല്യൂ എടുത്തോ, എന്നാലും നിങ്ങൾക്ക് അത് തന്നെ കിട്ടാൻ പോകുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ 0 അല്ല എടുക്കുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ പറ 0 അല്ല എടുക്കുന്നതെന്ന് വിചാരിക്കും. 0 എടുത്തെങ്കിൽ വേഗം കിട്ടും, അതുകൊണ്ടാണ് 0 അല്ല എടുക്കുന്നതെന്ന് വിചാരിക്കും. ഞാൻ ഇവിടുത്തെ വെലോസിറ്റി യു എടുത്ത്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി പറഞ്ഞാൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ യു ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി വി അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു √u സ്ക്വയർ പ്ലസ് 2g ഇൻറ്റു എച്ച്. ഇതല്ലേ? ആ എച്ച് ആണ് ഈ ഹൈറ്റ് ശരിയല്ലേ? വാട്ട് ഈസ് വി സ്ക്വയർ ബിക്കം യു സ്ക്വയർ പ്ലസ് പറയും 2 ഇൻറ്റു 10 ഇൻറ്റു 2 ശരിയല്ലേ? സോ എന്താ കിട്ടുക? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 40 വരും ശരിയല്ലേ? ഇനി നിങ്ങൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ചെയ്തോ. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. സോ ഹാഫ് എം എത്രയായിരുന്നു? 1. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 40 ഉണ്ടാവില്ല, ബാക്കി കട്ടായി പോലെ 40/2 20 ജൂൾ. അത് നിങ്ങൾ എങ്ങനെ എടുത്താൽ അതേ കിട്ടാൻ പോകുന്നുള്ളൂ കേട്ടോ. ക്ലിയർ? ഓക്കെ, then moving to question number 11. Okay, a block of mass 5 kilogram is resting on a smooth surface. At what angle a force of 20 Newton be acted on the body so that it will acquire a kinetic energy of 40 joule after moving 4 meter? Okay, option A 30 degree, option B 45 degree, option C 60 degree, option D 120 degree. Clear? Okay, നോക്ക് കേട്ടോ. അതായത് ഒരു ബ്ലോക്ക് ഉണ്ട്, മാസ് 5 കിലോഗ്രാം ആണ്, ഒരു സ്മൂത്ത് സർഫസിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സിൻ്റെ ആംഗിൾ, ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്, പക്ഷെ അവിടെ ആംഗിൾ അറിയില്ല. അറ്റ് വാട്ട് ആംഗിൾ ആ ഫോഴ്സ് 20 ന്യൂട്ടൺ ബി ആക്റ്റഡ് ഓൺ ദി ബോഡി സോ ദാറ്റ് ഇറ്റ് വിൽ അക്വയർ എ കൈനറ്റിക് എനർജി അവർ പറയുന്നുണ്ട് എത്രയാണ്? 40 ജൂൾ ആവണം. 40 ജൂൾ കൈനറ്റിക് എനർജി ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് വിൽ അക്വയർ എ കൈനറ്റിക് എനർജി ഓഫ് 40 ജൂൾ ആഫ്റ്റർ മൂവിങ് 4 മീറ്റർ. ഓക്കെ, അപ്പോഴേ അത് നിങ്ങളിങ്ങനെ ഈ ഐഡിയ ആലോചിച്ചാൽ മതി. ഈ ബ്ലോക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത് വിചാരിക്കും. ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ഈ ബ്ലോക്കിൻ്റെ ഇനീഷ്യൽ സ്പീഡ് u0 ആണ്, ഫൈനൽ സ്പീഡ് v ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ് വരിക? 0 വരും. ഇതിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ അത് തന്നിട്ടുണ്ട് 40 ജൂൾ. സോ ദാറ്റ് ഇറ്റ് വിൽ അക്വയർ എ കൈനറ്റിക് എനർജി ഓഫ് 40 ജൂൾ ആഫ്റ്റർ മൂവിങ്. അപ്പോൾ ഇത് 40 ജൂൾ, ഇവിടെ എത്തുമ്പോൾ 40 ജൂളായി. അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം പോയിട്ടുണ്ട്? 4 മീറ്റർ പോയിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് തീർച്ചയായിട്ടും ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് അവിടെ നിൽക്കട്ടെ. ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയെന്ന് പറയും. ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ആ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അത് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻ്റ് അല്ലേ വർക്ക് ചെയ്യുക. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻറ്റിനെ നീ FH എന്ന് വിളിച്ചോ, ഹൊറിസോണ്ടൽ. അപ്പോൾ ആ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ചെയ്യുന്ന വർക്കാണെന്ത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എടാ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എടാ work done is equal to change in kinetic energy. Work done is equal to change in kinetic energy. Work done is horizontal force into displacement. So displacement is 4. Change in kinetic energy. Final kinetic energy 40. Initial kinetic energy 0. Clear? So horizontal force is equal to 40/4, which is nothing but 10 Newton. അതായത് സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ 20 ന്യൂട്ടൻ്റെ കമ്പോണൻ്റ് ആണെന്ത്? 20 ന്യൂട്ടൻ്റെ ഏത് കമ്പോണൻ്റ് ആണ്
ഏത് കമ്പോണൻ്റ് ആണ് 20 ന്യൂട്ടൺ കേട്ടോ, 20 ന്യൂട്ടൻ്റെ ഏത് കമ്പോണൻ്റ് ആണ് 60 വരിക? സോറി 60 അല്ല, എത്ര വരുന്നത്? 10 അല്ല, 10 20 വെയിറ്റ് എത്ര നമുക്ക് സോൾവ് ചെയ്ത് കിട്ടി? 10 ന്യൂട്ടൺ. ഓക്കെ, ആ ആംഗിൾ ഏതുമായിട്ടാന്നുള്ളത് പറയണം കേട്ടോ. വെയിറ്റ്. ഓക്കെ, at what angle of force of 20 Newton act on the body so that it will acquire a kinetic energy of 40 joule after moving a distance of okay, fine. അപ്പോഴേ എടാ അത് ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വരയ്ക്കാം കേട്ടോ, ഞാൻ ഇതിനെ വരയ്ക്കുന്നതിന് വിചാരിക്കും പുൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എഫ്. ആ എഫിന് 2 കമ്പോണൻസ് ഉണ്ടാവും. ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചത്. ഇഫ് ആംഗിൾ ഈസ് ദിസ് വൺ, ദിസ് ബിക്കം ഇത് 20 കേട്ടോ, 20 cos 60. വാട്ട് ഈസ് cos 60? 1/2 10 ന്യൂട്ടൺ. ഒരു സംശയം വേണ്ട. സോ ദിസ് ആംഗിൾ 60 ഡിഗ്രി. അത് ഞാൻ അങ്ങനെ ഇട്ടുന്നുള്ളൂ. 30 ഡിഗ്രി ആണ് എന്താ കിട്ടുക? 10 ഡിഗ്രി ആണെങ്കിൽ ഇത് sin 30 ആണ്, √3/2 ആണ്, 5√3 ആണ് വരിക. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആൻസർ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ കമ്പോണന്റ് 10 ന്യൂട്ടൺ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് 10 ന്യൂട്ടൺ കിട്ടണമെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ഫോഴ്സ് ഉറപ്പായിട്ടും 20 വിച്ച് ഇസ് ആക്ടിങ് അറ്റ് ആംഗിൾ 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. എക്സാക്ട്ലി പറഞ്ഞാൽ വിത്ത് ഹൊറിസോണ്ടൽ. ശരിക്കും അത് എക്സാക്ട് ഏത് വിത്ത് ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ എന്ന് പറയണം, എന്നാലേ നിങ്ങൾക്ക് ആക്ച്വൽ ആൻസർ പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ then മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. Why 2 rings of same radius and mass are placed such that their centers are at a common point and their planes are perpendicular to each other? The moment of inertia of the system about an axis passing through the center and perpendicular to the plane of one of the ring is plane of one of the ring. Mass of the ring is m and radius of r. Option A mr²/2, option B mr², option C 3/2 mr², option D 2 mr². ക്ലിയർ? ഓക്കെ, നമുക്ക് നോക്കാം. 2 റിങ് ഉണ്ട് കേട്ടോ. സോ യു ഹാവ് 2 റിങ്സ്. 2 റിങ് ഉണ്ട്. ആ 2 റിങ്ങിൻ്റെ മാസ് 2 റിങ്സ് ഓഫ് സെയിം മാസ് ആൻഡ് റേഡിയസ്. മാസും റേഡിയസും സെയിം ആണ് കേട്ടോ. ആൻഡ് same radius and mass are placed such that their centers are at a common point. ഓക്കെ, സെൻറ്റർ അവരുടെ 2 പേര്, ആ റിങ്ങിൻ്റെ 2 സെൻറ്ററിനും, അതായത് ഇപ്പോൾ റിങ് ഇതാണ്, മറ്റേ റിങ് ഇതാണ് എങ്കിൽ ആ റിങ്ങിൻ്റെ 2 സെൻറ്ററും എന്താ ഒരു കോമൺ പോയിന്റിലാണ്. 2 റിങ് ആർ അറ്റ് ദ കോമൺ പോയിന്റ് ആൻഡ് ദർ പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെ വെച്ചെന്ന്. അതായത് വെയിറ്റ് ഒരു സെക്കൻഡ്. അപ്പോൾ ഇത് റിങ് ആണെന്ന് വിചാരിക്കും. വെയിറ്റ്, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, കാണുന്നില്ല നിങ്ങൾ? ഇത് റിങ് ആണെന്ന് വിചാരിക്കും. ഇതൊരു റിങ് കേട്ടോ. ഓക്കെ, ഇതൊരു റിങ് ആണെങ്കിൽ ആ റിങ്ങിൻ്റെ സെൻറ്റർ ഇവിടെ അല്ലേ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു റിങ് ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ അത് കോൺസെൻട്രിക് ആവും. പക്ഷെ അവരങ്ങനെയല്ല പറയുന്നത്. അവർ പറയുന്നത് ഈ റിങ്ങിൻ്റെ സെൻറ്ററും മറ്റേ റിങ്ങിൻ്റെ സെൻറ്ററും കോയിൻസൈഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ 2 റിങ്ങുകളും പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയുക. അപ്പോൾ മറ്റേ റിങ്ങിനെ നിങ്ങൾ ഇങ്ങനെ വെക്കരുത്, അത് തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ റിങ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യട്ടോ, മറ്റേ റിങ് ഇങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ കയറ്റി വെക്കണം. അതായത് ഇങ്ങനെ പിടിച്ചാൽ മറ്റേ റിങ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അവിടെ മനസ്സിലാവും? ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെച്ചാൽ 2 ഒരേ പ്ലെയിനിലാവും. അപ്പോൾ ഇങ്ങനെയാണുള്ളത് കേട്ടോ. പക്ഷെ അപ്പോൾ നിങ്ങൾ സെൻറ്റർ കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് വിചാരിക്കാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വരച്ചാൽ ശരിക്കും അത് 3 ഡയമെൻഷണൽ വ്യൂ ആണ്. ശരിക്കും ഇങ്ങനെ ഉണ്ടാവും. ഒരു റിങ് ഇങ്ങനെയാണെങ്കിൽ ആ റിങ്ങിൻ്റെ സെൻറ്റർ ഇതാണ്, മറ്റേ റിങ് ഇങ്ങനെ വരും. ക്ലിയർ? അത് 3D വ്യൂ കേട്ടോ. ഇത് വരച്ചാൽ അങ്ങനെ വരുള്ളൂ, ക്ലിയർ ആവില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അതിൻ്റെ സൈസും റേഡിയസും ഇതേ സൈസ് തന്നെ വരണം കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോഴേ ഇത് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, എന്നാൽ കിട്ടും ആൻസർ. ഓക്കെ, സോ രണ്ടാമത്തത് ഇങ്ങനെ 3D വ്യൂ ആണ്, അത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ വിചാരിച്ചോ അങ്ങനെ ഇമാജിൻ ചെയ്യണം ഇങ്ങനെയാണെന്നുള്ളത്. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, അപ്പോഴേ അവർ ചോദിച്ചത് the moment of inertia of the system about an axis passing through the center and perpendicular to the plane of one of the ring. ഓക്കെ, സെൻറ്ററിൽ കൂടി പോകണം. അത് സെൻറ്റർ പാസിങ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് വൺ ഓഫ് ദ റിങ്. ഒരു റിങ്ങിൻ്റെ പ്ലെയിൻ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. എടാ, ഒരു റിങ്ങിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മറ്റേ റിങ്ങിൻ്റെ ആ റിങ്ങിൻ്റെ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതാണ് സാധനമെങ്കിൽ മറ്റേത് ഇങ്ങനെയല്ല ഉണ്ടാകുക.
ആ പ്ലെയിൻ്റെ ഇതിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിനുള്ളിൽ കൂടിയാണ് പോവുക, ശരിയല്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിന്, മറ്റേതിന് ഇങ്ങനെ പെർപെൻഡിക്കുലർ, ഇതിനിങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറ, ഈ കാണുന്ന സാധനത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് റിങ്ങിൻ്റെ ഡയമീറ്ററാണ്. ഡയമീറ്ററിലൂടെ ആണെങ്കിൽ ഒരു റിങ്ങിന് കേട്ടോ, ഒരു റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെ ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 2 ആണ്, ശരിയല്ലേ? എം ആർ സ്ക്വയർ ബൈ 2 ആണ് ഡയമീറ്ററിലൂടെ ആണെങ്കിൽ, എം ആർ സ്ക്വയർ ബൈ 2. ഒന്നുകൂടി ഞാൻ പറയാം, ഇത് ഇങ്ങനെയാണ് റിങ്. അപ്പോൾ ആ റിങ്ങിൻ്റെ ഈ റിങ് ഇങ്ങനെ ഒരു റിങ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത് പോകുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെയും മറ്റേ റിങ്ങിൻ്റെ സെൻറ്ററിലൂടെയായിരിക്കും പോവുക, ശരിയല്ലേ? ഒന്നുകൂടി ഞാൻ പറയാം, ഒരു റിങ്ങിൻ്റെ ഇതിങ്ങനെ സെൻറ്ററിലൂടെ എടുത്താൽ, അത് സെൻറ്റൻസ് നല്ല വായിക്കണം. ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സിസ്റ്റം അബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ, അതായത് അവരുടെ കോമൺ സെൻറ്ററിലൂടെ പാസ് ചെയ്യണം. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് വൺ ഓഫ് ദ റിങ്ങിൻ്റെ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിനാണ് പെർപെൻഡിക്കുലർ എങ്കിൽ അതിങ്ങനെയല്ലേ വരിക. അപ്പോൾ സംഭവിക്കുക വെച്ചാൽ ഇത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇതിൻ്റെത് എം ആർ സ്ക്വയർ വരും. ഇതിൻ്റെത് എം ആർ സ്ക്വയർ ആണെങ്കിൽ മറ്റേതിൻ്റെത് എം ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും. ഐഡിയ മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആഡ് ചെയ്താൽ എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എന്ത് വരും? എം ആർ സ്ക്വയർ വരും. എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എം ആർ സ്ക്വയർ ബിക്കം 3/2 എം ആർ സ്ക്വയർ, ശരിയല്ലേ? ഓക്കെ, സോ എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എം ആർ സ്ക്വയർ 3/2 എം ആർ സ്ക്വയർ, ഓപ്ഷൻ സി വരും. ക്ലിയർ അല്ലേ? റിങ്ങിൻ്റെ മാസ് എം റേഡിയസ് ആറാണ് കേട്ടോ. കോമൺ പോയിന്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം നമുക്ക്. 2 റിംഗ് ആണ്. ഡിസ്ക് ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 4 വരും കേട്ടോ. റിങ്സിൻ്റെ മാസ് എം റേഡിയസ് 6 ആണ്. കോമൺ പോയിന്റ് പ്ലെയിൻ, ഓക്കെ, സെൻറ്റർ കോമൺ പോയിന്റ് ആണ്. ഓക്കെ, പ്ലെയിൻസ് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? ഒരു റിങ്ങിന് ഡയമീറ്ററിലും വരും, അതായത് പ്ലെയിനിലാണ് എങ്കിൽ വെക്കുന്നതെങ്കിൽ ആ റിങ്ങിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ആ പ്ലെയിനിൽ തന്നെ വരും. അത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം കേട്ടോ. ഒരു റിങ്ങിൻ്റെ പ്ലെയിനിൽ വന്നാൽ മറ്റേ റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് പെർപെൻഡിക്കുലർ ആക്കിയാൽ മതി. അപ്പോൾ ഒന്നിന് പെർപെൻഡിക്കുലർ ആക്കിയാൽ ഒന്ന് ആ ഡയമീറ്ററിലൂടെയും പോകും, മറ്റേത് ഇതിലൂടെയും പോകും, സെൻറ്ററിൽ കൂടിയും പോകും. ഡയമീറ്ററിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ഡയമീറ്ററിലൂടെ പോവുകയാണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ പോവുകയാണെങ്കിൽ എം ആർ സ്ക്വയർ ആണ്. ക്ലിയർ? സോ ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 13. Okay. Generally, the mass of a flywheel is concentrated in rim. Why? Option A, to decrease the moment of inertia. Option B, to increase the moment of inertia. To obtain stable equilibrium. Option D, to obtain strong wheel. Clear? അതായത് ക്വസ്റ്റ്യൻ നമ്പർ 13 അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലൈ വീൽ ഉണ്ടല്ലോ, ഫ്ലൈ വീൽ അതിൻ്റെ മാസ് റിമ്മിൻ്റെ ജനറലി ദ മാസ് ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ റിം. അതായത് മാസ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റിം സൈഡിലാണ്, അതായത് ഇങ്ങോട്ടൊക്കെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കുന്നത്. ക്ലിയർ? അത് മാസ് കൂടുന്നതിനനുസരിച്ച് ഇത് ശരിയാണ്, അത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുകയും ചെയ്യുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മാസ് സെൻറ്റർ ഓഫ് മാസിന് ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇനേഷ്യ എന്തായിക്കൊണ്ടിരിക്കും? ഇനേഷ്യ കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇനേഷ്യ ശരിക്കും ഇതിൽ ഏറ്റവും നല്ല സ്റ്റെബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സാധനം ഓപ്ഷൻ സി ആണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിക്കും റിമ്മ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതുകൊണ്ടൊന്നുമല്ല. ശരിക്കും കൈനറ്റിക് ഫ്ലൈ വീലിൻ്റെ യൂസ് എന്താ അറിയുമോ? ഫ്ലൈ വീലിൻ്റെ യൂസ് ഇനർഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുക എന്നുള്ള ½ I⁻². അപ്പോൾ അത് എത്രമാത്രം ഇനർഷ്യൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യാം. അപ്പോൾ ഇനർഷ്യൽ എനർജി കൂട്ടണമെങ്കിൽ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഒമേഗ കൂട്ടുക, അല്ലെങ്കിൽ എന്ത് കൂട്ടുക? I കൂട്ടുക. നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് എന്തിനാ അറിയും? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂട്ടുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂട്ടുമ്പോൾ കൈനറ്റിക് എനർജി എന്താവും? സ്റ്റോർ ചെയ്ത ഇനർഷ്യൽ കൈനറ്റിക് എനർജി എന്താവും? കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എമൗണ്ട് കൂടും. അതായത് ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ഫ്ലൈ വീൽ എന്താ സംഭവിച്ചാൽ, ഞാൻ അതിന് വർക്കിംഗ് പറഞ്ഞുതരാം എന്താ സാധനം. അതായത് ഇപ്പോഴേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇത് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിസ്ക്കാണ്. ഡിസ്ക് ഞാൻ ഫ്ലൈ വീൽ എന്ന് പറയാം. പക്ഷെ അത് വെറും ഡിസ്ക് അല്ല, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡിസ്ക്കാണ്. ഒരു ഹെവി ആയിട്ടുള്ള ഡിസ്ക്കാണെന്ത് ഫ്ലൈ വീൽ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊരു ഹെവി ഡിസ്ക്കാണ്. ഓക്കെ, ഭയങ്കര വെയിറ്റുള്ള ഡിസ്ക്കാണ്. ആ ഡിസ്കിൻ്റെ ഈ വീലിനോട് അറ്റാച്ച് ചെയ്യും.
നിങ്ങൾ ഇനി ആലോചിച്ച് നോക്ക്. ഈ പിന്നെ ഫ്ലൈ വീലിനെ നിങ്ങളിങ്ങനെ തിരിക്കുകയാണ്, നിങ്ങൾ കൈ കൊണ്ട് തിരിക്കുകയാണെന്ന് വിചാരിക്കും, വെറുതെ വിചാരിക്കും. അപ്പോൾ ഇത് കോണ്ടാക്ട് ചെയ്ത് അത് ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ് വിചാരിക്കും, നെഗ്ലിജിബിൾ ഫ്രിക്ഷൻ ആണ് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനിങ്ങനെ തിരിച്ച് കുറേ നേരം തിരിച്ച് നല്ല സ്പീഡാക്കി കൊണ്ട് നിങ്ങളങ്ങ് വിട്ട് കഴിഞ്ഞാൽ ആ സാധനം എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങും, ശരിയല്ലേ? സോ അത് എന്തുകൊണ്ട് കറങ്ങി? ബിക്കോസ് ഓഫ് ഇനർഷ്യ കാരണം. അതാണ് ശരിക്കും ഫ്ലൈ വീലിൻ്റെ യൂസ്, ഇനർഷ്യ എനർജി സ്റ്റോർ ചെയ്യുക. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പവർ ഔട്ട്പുട്ട് കിട്ടുന്നില്ലെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എഞ്ചിൻ ഉണ്ട്, ആ എഞ്ചിൻ കണ്ടിന്യൂസ് ആയിട്ട് പവർ നിങ്ങൾക്ക് തരുന്നില്ല, അത് ഇടയ്ക്ക് ഗ്യാപ്പിട്ടാണ് തരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ആ ഫ്ലൈ വീലിനെ കൊടുക്കും. ഫ്ലൈ വീൽ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഫ്ലൈ വീലിന് അത് കറക്കാതിരിക്കും, പ്രശ്നമില്ല. ഫ്ലൈ വീലിനെ കറക്കുമ്പം ഫ്ലൈ വീൽ കറങ്ങിക്കോളും. ഫ്ലൈ വീലിനെ കറക്കുന്നില്ലെങ്കിൽ ഇനർഷ്യ കാരണം ഫ്ലൈ വീൽ എന്ത് ചെയ്യും, കറങ്ങും. ഫ്ലൈ വീൽ കറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് എനർജി ഔട്ട്പുട്ട് കിട്ടും. അപ്പം ശരിക്കും ഈ യൂണിഫോം ആയിട്ടുള്ള പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നത്. അത് ഇതിലെ ഏറ്റവും നല്ല ഓപ്ഷൻ, കമ്പാരിറ്റീവ്ലി നല്ല ഓപ്ഷൻ ടു ഒബ്റ്റെയിൻ എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ക്ലിയർ? ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. Okay, then moving to question number 40. Moment of inertia of a uniform circular disc about its diameter is I. Is moment of inertia about an axis perpendicular to its plane and passing through a point on its rim will be option A 5i, option B 3i, option C 6i, option D 4i. Clear? Okay. ചെക്ക് ചെയ്യാം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഒരു യൂണിഫോം സർക്കുലർ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറയുന്നുണ്ട്, സർക്കുലർ ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഡയമീറ്റർ എന്താ? I = mr²/4. ശരിയല്ലേ? അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ mr²/4 അല്ലേ? ഇതിൽ നിന്ന് mr² എന്ന് വായിക്കും, mr². സോ mr² is 4i. ക്ലിയർ? ഓക്കെ. Its moment of inertia about an axis perpendicular to its plane, and passing through a point on its rim. Okay. പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ തന്നെ റിമ്മ് കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എത്രയാണ്? mr²/2 ആ. ഇത് mr²/2 ആണെങ്കിൽ ഇത് എത്രയാണ്? 3/2 mr². ശരിയല്ലേ? സോ 3/2 mr². ഓക്കെ. സോ നമ്മോട് ചോദിക്കുന്ന ഐ ഡാഷിൻ്റെ വാല്യൂ 3/2 mr² ആണ്. ഐഡിയ മനസ്സിലായോ? mr² 4i ആ കൊടു. അപ്പം എന്താ കിട്ടുക? 3/2 × 4i. ശരിയല്ലേ? ക്ലിയർ? സോ ഇറ്റ് ബിക്കം 2, 4 ക്യാൻസൽ, ഇറ്റ് ബിക്കം 2, ഇറ്റ് ബിക്കം 6i. ക്ലിയർ? അതിനല്ലേ ചോദിച്ചു. ഒന്നിട്ട് നോക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ യൂണിഫോം സർക്കുലർ ഡിസ്ക് about its diameter is I. Its moment of inertia ഡിസ്ക് അല്ല, ഡിസ്ക് ആകുമ്പോൾ ഡയമീറ്റർ ആകുമ്പോൾ ഡയമീറ്ററിലൂടെ ഉള്ളത് mr²/4 ആണ്. ഓക്കെ, mr²/4ൻ്റെ വാല്യൂ i ആണ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ mr²ൻ്റെ വാല്യൂ 4i എന്ന് കിട്ടി. Its moment of inertia about an axis perpendicular to its plane and passing through the point on the rim. ഓക്കെ, പ്ലെയിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ആക്സിസ് തന്നെ. ഇതിൻ്റെ വാല്യൂ mr²/2 ആണ്. അപ്പോൾ ഇത് mr²/2 + mr², 3/2 mr². അതിൽ mr²ൻ്റെ വാല്യൂ 4i പുട്ട് ചെയ്യുക. അപ്പോൾ 4iലെ 4ഉം 2ഉം ക്യാൻസൽ ആവും. 2 × 3 6. സോ ആൻസർ 6i, ഓപ്ഷൻ സി. ക്ലിയർ? ഓക്കെ. Okay, moving to next question number 15. The diameter of a flywheel is increased by 1%. What will be the percentage in the moment of inertia of its about its axis of symmetry? Option A 2%, option B 4%, option C 1%, option D 0.5%. Clear? Okay. Diameter 1% കൂട്ടിയാൽ the diameter of a flywheel is increased by 1%. What will be the percentage in the moment of inertia about its axis of symmetry? Okay, moment of inertia equation എന്താ? I = mr² by ഡിസ്ക് അല്ലേ, ഫ്ലൈ വീൽ എന്ന് പറയുമ്പോൾ ഡിസ്ക് mr²/2. അവർ പറയുന്നത് ഡയമീറ്റർ
1% കൂട്ടിയാൽ വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഇൻ ചേഞ്ച് ഇൻ ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ? ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ചോദിച്ചിരിക്കുകയാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡയമീറ്റർ 1% കൂട്ടി എന്നാണ് അവർ പറയുന്നത്. ഡയമീറ്റർ 1% കൂട്ടുമ്പോൾ ഇതിലൊരു പ്രത്യേകത ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡയമീറ്റർ 1% കൂട്ടുമ്പോൾ പിന്നെ മാസ് ഉണ്ടല്ലോ, മാസിലെ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് ചേഞ്ചസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മാസ് മാറ്റാതെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ആ റേഡിയസ് 1% കൂടി കഴിഞ്ഞാൽ 2 ടൈംസ് 2 സ്മോൾ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് എടുക്കാം. 2% വരും, കറക്റ്റ് അല്ലേ? പക്ഷേ പിന്നെ മാസ് മാറുന്നുണ്ടെന്ന് വിചാരിച്ചു. മാസ് എന്ന് പറയുമ്പോൾ അപ്പം എന്താ വരിക? മാസ് എന്ന് പറയുമ്പോൾ I = ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു തിക്നെസ്, ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ബൈ 2. ശരിയല്ലേ? അപ്പോൾ അതിൽ പിന്നെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ റേഡിയസ് സ്ക്വയർ ആണ് വേരിയേഷൻ. ഇപ്പോൾ റേഡിയസിൻ്റെ സ്ക്വയറാണ് വേരിയേഷൻ എങ്കിൽ ഏരിയ ശ്രദ്ധിക്കണം. ഏരിയൻ്റെ വേരിയേഷൻ, തിക്നെസ് ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? വോളിയം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയാൽ മതി. മാസ് ആകുമ്പോൾ ഡെൻസിറ്റി മാറില്ലല്ലോ. അപ്പം വോളിയം കോൺസ്റ്റൻ്റ് ആയാൽ പിന്നെ A1 A ഇൻറ്റു T, A ഇൻറ്റു തിക്നെസ് ഈസ് കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? അപ്പം പിന്നെ ഏരിയ ഇൻറ്റു തിക്നെസ് കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? πr² ആണ്. πr² ഇൻറ്റു T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? അപ്പോൾ അവിടെ റേഡിയസ് മാസം മാറുകയാണെങ്കിലാണ് പറയുന്നത് കേട്ടോ. മാസ് മാറുകയാണെങ്കിൽ ഇവിടെ റേഡിയസിന് സ്ക്വയർ വരും. ശരിയല്ലേ? അപ്പോൾ മാസ് മാറുകയാണെങ്കിൽ റേഡിയസിൻ്റെ വേരിയേഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ മാസ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുകയാണെങ്കിൽ റേഡിയസിന് സ്ക്വയറിന് പ്രപ്പോർഷണൽ, അപ്പോൾ റേഡിയസിനനുസരിച്ച് മാറും. ഇവിടെ മാസ് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1% റേഡിയസ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മാസിലും ചേഞ്ച് വരുത്തും. ശരിയല്ലേ? മാസിൽ ഇവിടെ നോക്കിയാൽ റേഡിയസ് 1% കൂടുക എന്ന് പറഞ്ഞാൽ മാസ് അതേ ഇൻക്രീസ് അല്ലേ, അതേപോലെ തന്നെ ഇതേ 2% മാസ് കൂടും. അപ്പം അത് ടോട്ടൽ ആഡ് ചെയ്ത് വരുമ്പോൾ 4% വരും. അത് അങ്ങനെയാണെങ്കിൽ കേട്ടോ. അപ്പം അത് ക്ലിയർ ചെയ്യണം ക്വസ്റ്റ്യൻ ശരിക്കും. ഡയമീറ്റർ ശരിക്കും മാസ് മാറുന്നില്ലെങ്കിൽ ആൻസർ ഓപ്ഷൻ എ വരും. ക്ലിയർ? അത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ എന്താ ക്ലാരിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്ക് റീചെക്ക് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, a particle undergoes uniform circular motion. About which point on the plane of the circle will the angular momentum of the particle remains conserved? Option A, center of the circle. Option B, on the circumference of the circle. Option C, inside the circle. Option D, outside the circle. Clear? അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് എവിടെയാണ് സാറ്റിസ്ഫൈ ആണ്? കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് അല്ലേ? ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ നെറ്റ് ടോർക്ക് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ടോർക്ക് 0 ആവണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? സർക്കുലർ മോഷൻ. അതെന്താ സംഭവിക്കാൻ ചെറിയ ഇവിടെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷനിലുള്ള എന്ത് ഫോഴ്സാണ് ഉള്ളത്? യൂണിഫോം സർക്കുലർ മോഷനിലെ എന്ത് ഫോഴ്സാണ് ഉള്ളതെന്ന് പറയും. അതിൽ സെൻട്രിഫിക്കലും ഉള്ളത്. ശരിയല്ലേ? നിങ്ങൾ സെൻട്രിഫിക്കൽ എടുത്താലും രണ്ടും ബോത്ത് ആർ പാസിങ് ത്രൂ ദി സെൻറ്റർ. സോ ദ ടോർക്ക് ക്രിയേറ്റഡ് ബൈ ദി സെൻട്രിഫിക്കൽ ഓർ സെൻട്രിഫിക്കൽ ഫോഴ്സ് ബിക്കം 0. സോ ടോർക്ക് 0 ആവും. ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റ് എന്താ? കോൺസ്റ്റന്റ്. സോ എബൌട്ട് എവിടെയാണ് ടോർക്ക് 0 എടുത്തത്? സെൻറ്ററിൽ. സെൻറ്ററാണ് വരിക കേട്ടോ. സർക്കംഫറൻസ് വരില്ല. ഇൻസൈഡ് ദ സർക്കിളിനുള്ളിൽ വേറെ എവിടെ പോയിന്റിലും ടോർക്ക് ഉണ്ടാവും. പക്ഷേ എബൌട്ട് സെൻറ്റർ ടോർക്ക് എന്താ? 0 ആണ്. So the answer is option A, 16, option A. Clear അല്ലേ? So then moving to question number 17. A uniform rod PQ of length L hinged at one end P. The rod is kept in the horizontal position by a massless string tied to the point Q. If the string is cut, the initial angular acceleration of the rod will be.
ഓപ്ഷൻ എ ജി ബൈ എൽ, ഓപ്ഷൻ ബി 2g by l, ഓപ്ഷൻ സി 2g by 3l, ഓപ്ഷൻ ഡി 3g by 2l. ഓക്കെ, അപ്പോൾ നോക്കാം. ഒരു യൂണിഫോം റോഡ് ഉണ്ട്, റോഡിൻ്റെ ലെങ്ത്ത് പി ക്യു, റോഡിൻ്റെ ലെങ്ത്ത് പി ക്യു, ഒരെൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ, ആ റോഡിൻ്റെ ലെങ്ത്ത് എൽ ആണ്, പി ക്യു. ഓക്കെ, ലെങ്ത് ഈസ് എൽ. ഓക്കെ, so this is PQ and length L. Clear? ഹിഞ്ച് അറ്റ് 1 end, ഒരെൻഡിൽ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിഞ്ച് ചെയ്യാറുണ്ടെങ്കിൽ പിൻ ജോയിൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹിഞ്ച് ചെയ്യാന്ന് പറയാം കേട്ടോ. പിൻ ജോയിൻറ്റ് ചെയ്യാൻ എന്താ, ഈ ഡോറിൻ്റെ ഒക്കെ ജോയിൻ്റ് ഇല്ലേ, അതിനാണ് നമ്മൾ പിൻ ജോയിൻറ്റ് എന്ന് പറയാം, നൈഫ് എഡ്ജ് എന്നൊക്കെ പറയും. ക്ലിയർ? അപ്പോൾ ഇത് ഒരു എൻഡ് ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സോ ലെങ്ത് എൽ ഈസ് ഹിഞ്ച്ഡ് അറ്റ് 1 end. പി അല്ലേ നമ്മൾ ഹിഞ്ച് ചെയ്ത്, കറക്റ്റ് അല്ലേ, നമ്മുടെ ഡയഗ്രത്തിൽ പി അല്ലേ. ഓക്കെ, ദ റോഡ് ഈസ് കെപ്റ്റ് ഇൻ ദ ഹൊറിസോണ്ടൽ പൊസിഷൻ ബൈ എ മാസ്ലെസ് സ്ട്രിങ് tied to the point Q. ഓക്കെ, ഇവിടെ പോയിന്റ് ക്യൂവിൽ ഒരു കയറുണ്ട്. ഓക്കെ, if the string is cut, the initial acceleration of the rod will be. ഓക്കെ, അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാധനത്തിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ചോദിച്ചോ, കട്ട് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ ആക്സലേഷൻ എന്താണെന്ന് ചോദിച്ചു. ഇനി ആലോചിച്ചോ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്ന്, ഇത് ഇപ്പോഴും ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകളാണല്ലോ. ഏതൊക്കെയാണ്? ഒന്ന് mg, 2 ഇവിടുത്തെ ടെൻഷൻ T. ഓക്കെ, അപ്പോൾ ഇവിടെ mg ആക്ട് ചെയ്യുമ്പോൾ L/2 L/2 ഉണ്ടാവും. അപ്പോൾ T ഇൻറ്റു L വരും ഡിസ്റ്റൻസ്. ഓക്കെ, സോ mg ഇൻറ്റു L/2, അതായത് നിങ്ങൾ ഈ ടീന് ഇവിടെ ടെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇവിടെ ടെൻഷൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴല്ലേ ടെൻഷൻ 0 ആവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ പി എന്നുള്ള പോയിന്റ് കൈവെക്കുക, എന്നിട്ട് ടി ടെൻഷൻ ടീൻ്റെ ടോർക്ക് പറയാം, T ഇൻറ്റു L. ഓക്കെ, അതെന്ത് ഡയറക്ഷനുള്ള, ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ശരിയല്ലേ. ആൻഡ് mg ഇൻറ്റു L/2 അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ശരിയല്ലേ. അപ്പോൾ ഈ ഇതിൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല, ശരിക്കും ഇത് രണ്ടും ക്യാൻസൽ ചെയ്തതുകൊണ്ടാണ് നെറ്റ്വർക്ക് 0 ആയത്. പക്ഷേ എവിടെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീൻ്റെ ടോർക്ക് എന്തായി പോകും? 0 ആയി പോകും. ടീൻ്റെ ടോർക്ക് 0 ആണെങ്കിൽ പിന്നെ mgയുടെ ടോർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. mgയുടെ ടോർക്ക് എന്താ? mg ഇൻറ്റു L/2, ശരിയല്ലേ. സോ mg ഇൻറ്റു L/2 ആണ് ടോർക്ക്, mg ഇൻറ്റു L/2 ടോർക്ക്. ആ ടോർക്കാണ് ടോർക്ക് ഈക്വൽ ടു, ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ടോ ഈക്വൽ ടു I ആൽഫ, ശരിയല്ലേ. I എന്താ? I എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമ്മൾ ചോദിച്ചിരിക്കുന്ന ആംഗുലർ ആക്സിലറേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ, ശരിയല്ലേ. ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ റോഡ്, ശരിയല്ലേ. സോ ആംഗുലർ ആക്സിലറേഷൻ I ആൽഫ. ക്ലിയർ? സോ mgL/2 ഈക്വൽ ടു I മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഇതാ ഇവിടെ സപ്പോർട്ട് ചെയ്ത്. സോ ദിസ് ഇസ് അബൌട്ട് എ പോയിന്റ്, അതായത് കോർണർ പോയിന്റ്. അതായത് നമ്മൾ റോഡ് പഠിച്ചിട്ടുണ്ട്, റോഡിന് ഇങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഒന്ന് ml²/12, ദിസ് ഇസ് ml²/3. സോ ദിസ് ബിക്കം ml²/3 ഇൻറ്റു ആൽഫ. ഒരു ആൽഫ ചോദിച്ചു കേട്ടോ. എം ക്യാൻസൽ, എൽ ക്യാൻസൽ, മൾട്ടിപ്ലൈ. സോ 3/2 g/l ആൽഫ. സോ 3/2 g/l, 3g/2l, ശരിയല്ലേ. 3g/2l, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ക്ലിയർ? ഓക്കെ, ഓക്കെ. Okay. Then moving to question number 18. There are 4 point masses M each on the corners of a square of side L. What is the moment of inertia of the system about one of its diagonals? Option A 2 ml², option B ml², option C 4 ml², option D 6 ml². Okay. But there are 4. Okay. There are 4 masses, point masses ആണ്. സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് എല്ലിൽ എല്ലാ കോർണറിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്വയറാന്ന് വിചാരിച്ചു. ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡിലും പോയിന്റ് മാസ് വെച്ചിട്ടുണ്ട്. പോയിന്റ് മാസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഹിയർ ആൾസോ, ഹിയർ ആൾസോ. ക്ലിയർ? സോ ദിസ് ഇസ് M, 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 M. ഓക്കെ,
ഓക്കെ. Square of side length L. What is the moment of inertia of the system about one of its diagonals? Diagonals about ആ ചോദിച്ചു കേട്ടോ. ഡയഗണൽസ് ലെങ്ത് L ആണ്, ലെങ്ത് L. ഓക്കെ. ഈ ഡയഗണൽസ് എബൌട്ട് എന്ന് പറഞ്ഞാലേ ഇത് ഏത് ഡയഗണൽസ് എബൌട്ട് ഏത് ഡയഗണലായും കുഴപ്പമില്ല. എടാ ഡയഗണൽസ് എബൌട്ട് പറയുന്ന സമയത്ത് ഇത് പോയിന്റ് മാസ് ആയതുകൊണ്ട്, പോയിന്റ് മാസ് എന്നല്ലേ ക്വസ്റ്റിൽ പറഞ്ഞു നോക്കൂ. പോയിന്റ് മാസ് പോയിന്റ് മാസ് ആകുമ്പോൾ പ്രശ്നമില്ല. പോയിന്റ് മാസ് ആകുമ്പോൾ സംഭവിക്കുക വെച്ചാൽ ഈ രണ്ടിൻ്റെ ഇനർഷ്യ എന്തായി പോകും, 0 ആയി പോകും. കാരണം ഐൻ്റെ ഇക്വേഷൻ mr². ഇത് രണ്ടിൻ്റെ ആർ എന്തായി പോകും, 0 ആയി പോകും. ശരിയല്ലേ? ഇനി നിങ്ങൾ 2 മാസുകൾ നോക്കിയാൽ മതി. ആരൊക്കെയാ? ഈ എമ്മു ഈ 2 എമ്മിൻ്റെയും ഇനർഷ്യ. എടാ ഇത് അങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാവും അവിടെ? ഇത് എല്ല് ആണെങ്കിൽ ഇത് √2L ഉണ്ടാവും. √2L പകുതി. സോ L/√2. L/√2 ക്ലിയർ അല്ലേ? ഇതാ അവിടുന്ന് L/√2. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞു I equal to mr². സോ അത് 2 ഉണ്ട് കേട്ടോ. അപ്പോൾ 2m × r എത്രയാണ്? L/√2² അപ്പോൾ 2ml²/2 ക്യാൻസൽ. സോ ആൻസർ ഈസ് ml². ക്ലിയർ? നോക്ക്, ml² അല്ലായിരുന്നു. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. ഒന്നുകൂടെ നോക്കാം. സിസ്റ്റം ഓഫ് വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ. ഡയഗണലിലൂടെ ഇല്ല കേട്ടോ ചോദിച്ചത്. ഡയഗണലിലൂടെ ഉള്ളതിൽ 2 എണ്ണം ഏത് ഡയഗണൽ എടുത്താലും കുഴപ്പമില്ല. ഇനി നിങ്ങളിത് ഓക്കെ, നിങ്ങളിത് എബൌട്ട് ഈ ഡയഗണൽ എടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സെയിമാണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇനർഷ്യ 0 ആയി പോകും. അപ്പോൾ ഇതിന് രണ്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ I equal to mr² ആലോചിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ. Then I'm moving to next question. Question number 19. Question number 19. A loop rolls down on an inclined plane. The fraction of its total kinetic energy that is associated with rotation motion is. Option A 1:2, option B 1:3, option C 1:4, option D 2:3. ഓക്കെ. അതായത് ഒരു ലൂപ്പ് റോൾ ചെയ്യുന്നുണ്ട്. ആംഗിള് എന്തേ ആയിക്കോട്ടെ, അത് ഇൻക്ലൈൻ സർഫസ് ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ. ഓക്കെ. അതിന് ആംഗിളിൻ്റെ ആവശ്യമില്ല, എന്ത് വേണേ ആവും ആംഗിൾ. ഓക്കെ. സോ ലെറ്റ് us assume like this. ഓക്കെ, ആംഗിൾ തീറ്റ. അപ്പോൾ ഒരു ലൂപ്പ് റോൾ ഡൗൺ, അപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരിക. ഓക്കെ. റോൾ ഡൗൺ ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ദാറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ റൊട്ടേഷണൽ. ഓക്കെ. അത് ശരിക്കും ഉണ്ടല്ലോ, 2 കൈനറ്റിക് എനർജി ഉണ്ട്. ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ടു ദി വിത്ത് റൊട്ടേഷണൽ മോഷൻ. ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ. അപ്പം റൊട്ടേഷൻ മോഷൻ്റെ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജിയാണ് ചോദിച്ചത്. അത് ശരിക്കും ഉണ്ടല്ലോ, കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ ബൈ കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ സമ്മ്. അപ്പോൾ കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ എന്താ? ½ I⍵². ശരിയല്ലേ? കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ എന്താ? ഇത് ഇക്വേഷൻ നേരിട്ട് അപ്ലൈ ചെയ്യട്ടോ, ഞാൻ എഴുതുകയാണ്. ½ mv² പ്ലസ് ½ I⍵². ഇതാണ് അവർ ചോദിച്ചത്. ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിലും ഹാഫില്ലേ, ഹാഫും കട്ട് ചെയ്തോളാം. ഹാഫ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഏതെങ്കിലും ഒരു ടൈം മാറ്റാം. ഇതിലൊരു v⍵ എന്ന് എഴുതും. ഐനെ mk² എന്ന് എഴുതിക്കും. അത് മൊമെന്റ് ഓഫ് ഇനേഷ്യ I equal to mk². അപ്പോൾ mk² ബൈ താഴെ m × v⍵ എന്ന് എഴുതിയാൽ r² ω² പ്ലസ് ഐന് വീണ്ടും mk² എന്ന് എഴുതാം. mk² ω². ഇതിലിനി കോമൺ കട്ട് ചെയ്താൽ എല്ലാത്തിലും mω². സോ ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുക? വായിക്കും. മുകളിൽ k², മുകളിൽ k², താഴെ r² പ്ലസ് k². ശരിയല്ലേ? ഇത് k² ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? 1 പ്ലസ് r² ബൈ k². ഓക്കെ, അങ്ങനെ പറഞ്ഞാലും മതി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതാണ് ആൻസർ. k² ബൈ r² വാല്യൂ നേരെ പുട്ട് ചെയ്യാൻ പറ്റും. നമുക്ക്
ആ ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും വെച്ചാൽ കെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ 1/r² + 1 ഇങ്ങനെ വരും. ഈ റിംഗ് ലൂപ്പല്ല, ഒരു ലൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റിംഗ് ആക്കി എടുത്താൽ മതി. ഓക്കെ, റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷൻ എന്താ mr² അല്ലേ. അപ്പം k²/r² ആയാലും r²/k² ആയാലും രണ്ടായാലും 1 വരിക. r²/k² വാല്യൂ എന്ത് വരും? 1 വരും. ആ 1 ഇവിടെ കൊടുത്തു നോക്കിയേ. അപ്പോൾ എന്താ കിട്ടുക? 1/1 + 1. സോ ഇറ്റ് ബിക്കം 1/2. സോ 1:2 ആണ് റേഷ്യോ വരും. ശരിയല്ലേ? 1:2. ഓപ്ഷൻ എ കിട്ടും. ക്ലിയർ? ലൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലൂപ്പിന് നമുക്ക് റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. റിംഗ് ആണെങ്കിൽ ആൻസർ ഇതായിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്കൊരു ബ്രേക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, കട്ട് ചെയ്യണം. എത്ര ടൈമായി?
ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ എന്താ? 1:2. ഓക്കെ, then moving to question number 20. An inclined plane makes an angle of 30 degree with the horizontal. A solid sphere rolling down this inclined plane from rest without slipping has a linear acceleration is equal to option A g/3, option B 5g/7, option C 2g/3, option D 5g/14. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്, ഇൻക്ലിനേഷൻ 30 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്, വിത്ത് ഹോറിസോണ്ടലായിട്ട് ഇത് 30 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. സോളിഡ് സ്ഫിയർ ഇസ് റോളിംഗ്, സോളിഡ് സ്ഫിയർ ആണ് റോളിംഗ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനർഷ്യ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളിഡ് സ്ഫിയർ പറയുന്നത്. വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറയുന്നുണ്ട്. ലീനിയർ ആക്സലറേഷൻ, നമ്മൾ ആക്സലറേഷൻ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഇൻക്ലൈൻ സർഫസിന്. എന്താ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? G = A = G sin θ by 1 + k²/r². ഇതാണ് ആക്സലറേഷൻ ഇക്വേഷൻ, ശരിയല്ലേ? ഇതിൽ അവർ k²/r² വാല്യൂ ആദ്യം, ഈ സോളിഡ് സ്ഫിയർ ആണെങ്കിൽ സോളിഡ് സ്ഫിയർ ആണ് കേട്ടോ. സോളിഡ് സ്ഫിയറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷൻ എന്ന് പറഞ്ഞാൽ അത് 2/5 mr². ഈ mr² കൂടെയുള്ള കോയിഫിഷ്യൻ്റ് ഇല്ലേ, ആ കോയിഫിഷ്യൻ്റ് ആണ് എന്ത്? ഈ k²/r². ആ വാല്യൂ ഇവിടെ കൊടുത്താൽ നിങ്ങൾ കൊടുക്കല്ലേ. സോ വാട്ട് ഈസ് ഈക്വൽ ടു mr² കോയിഫിഷ്യൻ്റ് സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ 2/5 ആണ്. സോ ഇറ്റ് ബിക്കം G sin തീറ്റയുടെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി sin 30 by 1 + 2/5, ശരിയല്ലേ? ഇറ്റ് ബിക്കം sin 30 എന്താ? 1/2. സോ G × 1/2 by 1 + 2/5 എത്രയാ? 1 + 2/5 ഈസ് 7/5, ശരിയല്ലേ? 7/5. ഈ 5 നേരെ മുകളിൽ പോടറ, 5 നേരെ മുകളിൽ പോയാൽ 5g വരും, താഴെ 7 × 2 വരും. സോ ഇറ്റ് ബിക്കം G 5g/14 × 40, 5g/14, 5g/14. Option D is the correct answer. Clear? Okay. Then moving to question number 21. Okay, question number 21 go. A solid cylinder of mass m and radius r rolls down on an inclined plane without slipping. The speed of its center of mass when it reaches the bottom is h is height of the inclined plane. Option A √2gh, option B √4gh/3, option C √3/4gh, option D √4g/h. ക്ലിയർ? അപ്പോൾ അവർ ചോദിച്ചത് വെലോസിറ്റി ആണ്. വെലോസിറ്റി അറ്റ് ദി ബോട്ടത്തിന് ഇക്വേഷൻ ഉണ്ട്, സെയിം ഐഡിയ. അതായത് നിങ്ങൾ കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞാൽ മതി. ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇതങ്ങനെ ഇൻക്ലൈൻ സർഫസ്, ഇൻക്ലിനേഷൻ തീറ്റ, ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും അറ്റ് ഹൈറ്റ് h. ഓക്കെ, സോ ഇവിടുത്തെ കൈനറ്റിക് എനർജി പറ 0, ഡ്രോപ്പ് ചെയ്യല്ലേ, അപ്പോൾ കൈനറ്റിക് എനർജി എന്താ? 0. പൊട്ടൻഷ്യൽ എനർജി എന്താ? mgh, ശരിയല്ലേ? സോ ഇവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താ വരിക? ½ mv², ശരിയല്ലേ? ശരി, കാര്യമുണ്ട്. ഇത് ഓക്കെ, അതിൽ അവർ ചോദിച്ചത് സ്പീഡ് ഓഫ്, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇതിൽ അവർ പറഞ്ഞത് സ്പീഡ് ഓഫ് സെൻറ്റർ ഓഫ് മാസാണ്. ഇത് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ പ്രത്യേകത നോക്കിക്കോ, എന്താ? ഇതിങ്ങനെ റോൾ ചെയ്ത് താഴോട്ടിറങ്ങി വരുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് എന്ത് മോഷനാണ് നോക്ക്? ട്രാൻസ്ലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സെൻറ്റർ ഓഫ് മാസിന് ട്രാൻസ്ലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രാൻസ്ലേഷൻ മാത്രമാണെങ്കിൽ ഇത് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക? √2gh വരിക. ശ്രദ്ധിക്കണം കേട്ടോ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ √2gh. പക്ഷേ അവർ വാട്ട് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സോളിഡ് സ്ഫിയർ റീച്ചസ് ദ ഗ്രൗണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വെലോസിറ്റീനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ½ mv² അല്ല ഉണ്ടാവുക, ടോട്ടൽ കൈനറ്റിക് എനർജി. ഇറ്റ് വിൽ ബി ബോത്ത് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ പ്രത്യേകത, സെൻറ്റർ ഓഫ് മാസിന് ട്രാൻസ്ലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ടോർക്ക് ബിക്കം 0. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, ½ mv² ഇൻറ്റു 1 + k²/r². ഇത് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷനാണ്. ഇനി നിങ്ങൾ ഇക്കടി നോക്കി, അപ്പോൾ എന്താ കിട്ടുക? ½ mv² ഇൻറ്റു 1 + k²/r² ഈക്വൽ ടു mgh. ഇതാണ് ഇക്വേഷൻ വരിക, ശരിയല്ലേ? സോ m ക്യാൻസൽ ചെയ്യും, g അങ്ങോട്ട് പോയാൽ വെലോസിറ്റി ബിക്കം √2gh/1 + k²/r². ശരിയല്ലേ? ഇങ്ങനെ വരും ആൻസർ കേട്ടോ.
ഇനി അതിൽ നമ്മൾ സോളിഡ് ഇവിടെ എന്താ റോൾ ചെയ്ത് താഴോട്ട് വരുന്നത് എന്താ സോളിഡ് സിലിണ്ടർ നമ്മൾ ഡിസ്ക് ആയിട്ട് കളിച്ചാൽ മതി. ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ് 1/2 അല്ലേ, m²/2. അപ്പോൾ ഇത് 1/2 വരും, ശരിയല്ലേ. 1 + 1/2 എത്രയാണ് 3/2. 3/2 നേരെ തിരിച്ചിട്ടാൽ 3/2 2/3. സോ v = 2/3. 2/3 × 2 4/3. സോ 4/3 GH. കണ്ടോ? സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിന് ആൻസർ ഇതല്ല, 4/3 GH ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ സ്പീഡ് ഓഫ് എന്താ ചോദിച്ചിരിക്കുന്നത്, സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിന് പ്യുവർ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ √2 GH ആണ് കേട്ടോ. ക്ലിയർ? ഓക്കെ ഓക്കെ okay. Then moving to the next question number 22. Okay, a particle perform uniform circular motion with an angular momentum L. If the frequency of motion of the particle is doubled, its kinetic energy is halved, the angular momentum become option A 2L, option B 4L, option C L/2, option D L/4. അപ്പോൾ ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. യൂണിഫോം സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുക വിത്ത് ആംഗുലർ മൊമെൻറ്റം L. അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം L എന്ന് പറയുന്നുണ്ട്. അബൌട്ട് സെൻറ്റർ ആയിരിക്കും ആംഗുലർ മൊമെൻറ്റം. ഇഫ് ദ ഫ്രീക്വൻസി, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ആദ്യം ആയിരിക്കും. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? L = I⍵. ഇതാണ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, വരുന്ന പറഞ്ഞ ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ മൊമെൻറ്റം ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഡബിൾഡ്. ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഹാഫും ചെയ്താൽ ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് ചോദിച്ചു. ഓക്കെ, കൈനറ്റിക് എനർജി ഹാഫ് ആക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷനിലാണെങ്കിൽ കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ K = P²/2m. പഠിച്ച് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇവിടെ റൊട്ടേഷനിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി Pക്ക് പകരം എന്ത് വരും? L വരും. L²/2 × I. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് ആംഗുലർ ഒമേഗ എന്താ ശരിക്കും? ഒമേഗ എന്താ? L എന്താ? I × ഒമേഗയുടെ വാല്യൂ എന്താ? 2π/T. ഇതാണ് സാധനം, ഇതാണ് L. അപ്പോഴേ ഈ ടൈം T ഉണ്ടല്ലോ, ഈ T ചേഞ്ച് ആവുന്ന സമയത്ത് ആംഗുലർ മൊമെൻറ്റത്തിന് എന്ത് ചേഞ്ചാണ് വരിക? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ആവുന്നില്ലെങ്കിൽ L = I⍵ അപ്ലൈ ചെയ്താൽ I⍵, ടൈം പീരീഡ് മാത്രമേ മാറുന്നുള്ളൂ. അതായത് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ L = എന്ത് വരും? ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 1/ഫ്രീക്വൻസി 2π × ന്യൂ അല്ലെങ്കിൽ F കേട്ടോ. ഓക്കെ, ഓക്കെ. സോ L = I × 2π × F. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ 2π × F എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ച് ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ആവും. ഫ്രീക്വൻസി ഡബിൾ ആയി കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ഡബിൾ ആവും. പക്ഷെ അവർ പറയുന്ന ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താ? ഫ്രീക്വൻസി ഓഫ് മോഷൻ ദ പാർട്ടിക്കിൾ ഇസ് ഡബിൾഡ്. അപ്പോൾ എന്താ? ഫ്രീക്വൻസി ഡബിൾ ചെയ്തു, അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? കൈനറ്റിക് എനർജി എന്ത് ചെയ്തു? ഹാഫ് ചെയ്തു. കൈനറ്റിക് എനർജി ഹാഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഫ്രീക്വൻസി എന്തായിട്ടുണ്ട്? ഡബിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ടേം ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം അല്ലേ. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം കൈനറ്റിക് എനർജി, സോ L². ഓക്കെ, ഈ ടൈമിലേക്ക് തന്നെ കൊണ്ടുവരാം. ഈ ടൈമിൽ L എന്ന് പറഞ്ഞാൽ എന്താ? I × 2π × F. ഓക്കെ, നമുക്ക് L ആണ് ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അത് ആംഗുലർ മൊമെൻറ്റം ബിക്കും. അപ്പോൾ L അവിടെ നിൽക്കട്ടെ. I നമ്പർ മാറ്റാം. I എന്താ? I = വൈകി. I = 2πF. 2πF / L. അതല്ലേ I? അവിടെ കൊടുത്താൽ എന്താ കിട്ടാം? K = വൈകി. L² വായിച്ചോ. 2 × Iക്ക് പകരം 2πF ഫ്രീക്വൻസി /L. L മുകളിൽ പോകുമ്പോൾ എന്താവും? L² × L3. ശരിയല്ലേ? ക്ലിയർ? അപ്പം ഇവിടെ എന്ത് വരും വെച്ചാൽ K = 4π. സോ L³ = 2 × 2 4π 4πF × K വരും. ക്ലിയർ? ഓക്കെ, ദെൻ ഫ്രീക്വൻസി എന്താക്കിയെന്ന് പറഞ്ഞത്? ഫ്രീക്വൻസി ഡബിൾ ചെയ്തു. ഫ്രീക്വൻസി ഓഫ് മോഷൻ ദ പാർട്ടിക്കിൾ ഈസ് ഡബിൾഡ് ആൻഡ് ദ കൈനറ്റിക് എനർജി ഈസ് ഹാഫ്ഡ്. സോ L become ഒമേഗ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. യൂണിഫോം സർക്കുലർ മോഷൻ ആണ് അവർ പറയുന്നുണ്ട്. സോ ഒമേഗേൻ്റെ വാല്യൂ എന്താ?
കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എ പാർട്ടിക്കിൾ പെർഫോമിങ് യൂണിഫോം സർക്കുലാർ മോഷൻ with angular momentum L. Okay, angular momentum L is equal to I omega. Okay, if the frequency of motion of the particle is doubled and its kinetic energy is halved. Okay, അതിൽ ഫ്രീക്വൻസി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ, അത് നോക്കി പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇവിടെ എല്ല് നിങ്ങൾ വാരിയേഷൻ നോക്കിയാൽ മറ്റേത് ഇക്വേഷനിൽ പുട്ട് ചെയ്യണം. ഇവിടെ തന്നെ പറയാൻ ആൻസർ. ഇവിടെ ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ആണെന്ന് വിചാരിക്കും. ഇവിടെ ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗയുടെ വാല്യൂ പിന്നെ ഒമേഗ നമ്മൾ ഡബിൾ ചെയ്തു. അതായത് ഫ്രീക്വൻസി ഡബിൾ ആകുമ്പോൾ ഒമേഗയും ഡബിൾ ആകും. കാരണം ഫ്രീക്വൻസിൻ്റെ ഒമേഗ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒമേഗ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ആംഗുലാർ ഫ്രീക്വൻസി ഡബിൾ ചെയ്തെന്നാണ് പറയുന്നത്. ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ ആംഗുലാർ ഫ്രീക്വൻസി ഡബിൾ ആവും. ശരിയല്ലേ? ആംഗുലാർ ഫ്രീക്വൻസി ഡബിൾ ആകുമ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈനറ്റിക് എനർജി ആൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ഹാഫ്ഡ്. കൈനറ്റിക് എനർജി ഹാഫ് ആവണമെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ നോക്കും. അപ്പോൾ ഇവിടെ ഹാഫ് ആകുക എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ 4 ആകുക എന്നല്ല അർത്ഥം. ഹാഫ് ആകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ആംഗുലാർ മൊമെൻറ്റം എല്ല് പ്രപ്പോർഷണൽ ടു ഒമേഗയാണ്. അപ്പോൾ ഐ ഇതേ ടൈം ഇവിടെ പുട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ വരുന്നത്. എന്ത് എക്സ്പ്രഷൻ? എൽ ഈക്വൽ ടു ഐ ഇൻറ്റു ഒമേഗ ഇൻറ്റു ഐക്ക് പകരം എന്ത് എഴുതാം? 2k ബൈ ഒമേഗ സ്ക്വയർ. ശരിയല്ലേ? 2k ബൈ ഒമേഗ സ്ക്വയർ. ഇത് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? എൽ ഈക്വൽ ടു 2k ബൈ ഒമേഗ. ഇത് എഴുതിയാൽ മതി. ഞാൻ ഒമേഗ സ്ക്വയർ ടൈം ഉപയോഗിച്ചത്, അതുകൊണ്ടത്. ഓക്കെ, ഇനി നേരെ ആൻസർ പറഞ്ഞു. എൽ ഈക്വൽ ടു പറയും. ഞാൻ ആ എക്സ്പ്രഷൻ നേരെ യൂസ് ചെയ്യേ. ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എൽ എന്താ? 2k ബൈ ഒമേഗ. ഇനി പറഞ്ഞോ, കെ എത്രയാക്കി? കെ നേരെ ഹാഫ് ആക്കി, ഒമേഗ ഡബിൾ ആക്കി. അപ്പോൾ എന്താ സംഭവിക്കുക? കെ ഹാഫ് ആക്കിയാൽ k ബൈ 2 ആവും. ഒമേഗ ഡബിൾ ആക്കിയാൽ ഇൻറ്റു 2 ഉണ്ടാവും. സോ താഴെ എന്തുണ്ടാവും? 4 ഉണ്ടാവും. സോ ഇറ്റ് ബിക്കം എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എൽ ബൈ 4. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കണമെന്നില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. എ ബോഡി weighs W Newton at a surface of the earth. Its weight at a height equal to half of the radius of the earth will be. Option A W by 2, option B 2W by 3, option C 4W by 9, option D 8W by 27. ഓക്കെ, അതിലേടാ. ഓക്കെ അതായത് ഇതിൽ പിന്നെ അവർ പറയുന്ന വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? എം ജി അല്ലേ? വെയിറ്റ് എന്താ? എം ജിയിൽ ജി ആണ് വേരി ചെയ്യുക. എം മാറില്ലല്ലോ, സെയിം സാധനമല്ലേ. അപ്പോൾ ജി വാരി ചെയ്യുന്നത് എന്താ വെച്ചാൽ ജി വിത്ത് ഹൈറ്റ് എച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി അറ്റ് എ ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ആർ ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. എത്ര ഹൈറ്റിലേക്കാണ് കൊണ്ടുപോയത്? ഈ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. അപ്പോൾ എച്ചിന് പകരം ആർ ബൈ 2 കൂടെ. അപ്പോൾ എന്താ വരിക? ജി ഇൻറ്റു വൈറ്റ്, ജി ഇൻറ്റു വൈക്ക് ആർ ബൈ ആർ പ്ലസ് ആർ ബൈ 2 ദി ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ആർ പ്ലസ് ആർ ബൈ 2 എന്താ? 3r by 2. 3r by 2 ആറ് കട്ട് ചെയ്താൽ 2r by 3 വരും. അല്ല, 2 by 3 വരും. ആറ് ക്യാൻസൽ ആവുമല്ലോ. 1 plus 1 by 2 3 by 2. 2 by 3. 2 by 3ൻ്റെ സ്ക്വയർ. 2 by 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 by 9. അപ്പോൾ ജി എത്രയായിട്ട് മാറും? പുതിയ ജി 4 by 9 ആവും. അപ്പോൾ വെയിറ്റും 4 by 9 ആവും. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, then moving to question number 24. Okay, imagine a new planet having the same density as that of Earth, but it is 3 times bigger than the Earth size. If the acceleration due to gravity on the surface of the Earth is g and that on the surface of a new planet is g dash, then option A g dash is equal to 2g, option B g dash is equal to 3g, option C g dash is equal to 4g, option D g dash is equal to 5g. Clear? Okay. ഒരു പുതിയ പ്ലാനറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ന്യൂ പ്ലാനറ്റ്. ഓക്കെ, ആ പ്ലാനറ്റിൻ്റെ ഡെൻസിറ്റി സെയിം ആണ്. ഓക്കെ, വെയിറ്റ് ഇതിൻ്റെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി സെയിം ആണ്. ഓക്കെ, ഡെൻസിറ്റി സെയിം ആണ്. എർത്തിൻ്റെ സെയിം ആണ് കേട്ടോ. ബട്ട് ഇറ്റ് ഈസ് 3 times ബിഗർ ദാൻ ദ എർത്ത് സൈസ്. ഓക്കെ, എർത്ത് സൈസിന് 3 times ബിഗർ ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് 3 times കൂടുതലാണെന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നിങ്ങൾ ജീൻ്റെ ഇക്വേഷൻ ഡെൻസിറ്റി ഉണ്ടെന്ന് പറയാം. ജി എന്താ? ജി എം ബൈ ആർ സ്ക്വയർ. ശരിയല്ലേ? ജി ഇൻറ്റു ഡെൻസിറ്റി ഉണ്ടെന്ന് പറയാം. ജി ബൈ ആർ സ്ക്വയർ. ഡെൻസിറ്റി മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ?
ഡെൻസിറ്റി റോ, വോളിയം എന്താ 4/3 പൈ ആർ ക്യൂബ്, ശരിയല്ലേ? ആർ ക്യൂബ് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യും. അപ്പം എന്താ കിട്ടുക? 4/3 പൈ റോ ജി ആർ. ഇനി ആൻസറാണ്, ഡയറക്റ്റ് ആൻസറാണ്, നോക്കി പറഞ്ഞാൽ മതി. എടാ ഡെൻസിറ്റി മാറുന്നില്ലല്ലോ റോ, അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻ്റ് അല്ലേ? ഐ ക്യാൻ സേ ദാറ്റ് ജി പ്രൊപ്പോർഷണൽ ടു ആർ. അതായത് ജിക്ക് എന്ത് സംഭവിക്കുന്നോ അത് ആറിന് സംഭവിക്കും, സോറി ആറിന് എന്ത് സംഭവിക്കുന്നോ അത് ജിക്ക് സംഭവിക്കും. അപ്പോൾ അതിൻ്റെ എർത്തിൻ്റെ സൈസിനേക്കാൾ 3 ടൈംസ് ബിഗർ അല്ലേ? അപ്പോൾ റേഡിയസ് 3 ടൈംസ് ബിഗർ ആണെങ്കിൽ ജിയും 3 ടൈംസ് ബിഗർ ആയിരിക്കും. സോ ആൻസർ ഈസ് 3 ടൈംസ് ജി. ക്ലിയർ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, then moving to question number 25. The acceleration due to gravity on the planet A is 9 times the acceleration due to gravity of the planet on the planet B. A man jumps to the height of 2 meters on the surface of A. What is the height of the height of jump by the same person on the planet B? അപ്പോഴേ ഹൈറ്റ് ജമ്പ് ചെയ്യണ ഹൈറ്റ് u²/2g അല്ലേ? സോ ഐ ക്യാൻ സേ ദാറ്റ് ജമ്പിങ് ഹൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ജി. അപ്പോൾ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ജി കണ്ടുപിടിച്ചാൽ മതി. അപ്പം ജി എന്താ പറയുന്നത്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഓൺ ദി പ്ലാനറ്റ് ഈസ് 9 ടൈംസ് ദ ആക്സിലറേഷൻ ഗ്രാവിറ്റി ഓൺ ബി. ഓക്കെ ഓക്കെ, ഹൈറ്റ് പറയുന്നുണ്ട്, മറ്റേ ഹൈറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ജി. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫ്രം ദിസ് h2/h1 ഈക്വൽ ടു g1/g2. h2 ആ പ്ലാനറ്റിലെ ഹൈറ്റ് ബൈ നമ്മളെ പ്ലാനറ്റിലെ ഹൈറ്റ്. പ്ലാനറ്റ് എ ആണ് മീൻ ചെയ്തത് കേട്ടോ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ പ്ലാനറ്റ് ബി. ഓക്കെ, പ്ലാനറ്റ് ബി, പ്ലാനറ്റ് ബീൻ്റെ ഹൈറ്റ് ബൈ പ്ലാനറ്റ് എൻ്റെ ഹൈറ്റ് എത്രയാണ്? 2 മീറ്റർ ഈക്വൽ ടു പ്ലാനറ്റ് എയിലെ ജി എത്രയാണ്? ഏതാ 3 ടൈംസ്? ആക്സിലറേഷൻ ഗ്രാവിറ്റി ഓൺ ദി പ്ലാനറ്റ് എ ഈസ് 9 ടൈംസ്. ഓക്കെ, ഇത് 9 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 9. സോ 9 ജി ആണെന്ന് പറയുന്നുണ്ട്, 9g by g. സോ ജി ക്യാൻസൽ. സോ h2 become 2 into 9 which means 18 meter. So answer is option D. Clear? Okay. Okay. So then moving to the next question. Question number 26. Two bodies each of mass m are kept fixed with a separation 2L. A particle of mass m is projected from the midpoint of a line joining their centers perpendicular to the line. The gravitational constant is g. The correct statement is or R. Option A, the minimum initial velocity of mass m to escape the gravitational field of the two bodies 4 into root of gm by L. The minimum initial velocity of the mass m to escape the gravitational field of the two bodies 2 into root gm by L. The minimum initial velocity of the mass m to escape the gravitational field of two bodies root 2 gm by L. The energy of the mass remains constant. Okay. അപ്പോഴേ രണ്ട് ബോഡിൻ്റെ മാസ് എം, രണ്ടാളുടെയും മാസ് എം അല്ലേ? അവർ തമ്മിൽ സെപ്പറേഷൻ 2L. എ പാർട്ടിക്കിൾ ഓഫ് മാസ് L ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ മിഡ് പോയിന്റ്. ഓക്കെ, മിഡ് പോയിന്റ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി ആണെങ്കിൽ കറക്റ്റ്. അവർ ചോദിച്ചിരിക്കുന്ന എസ്കേപ്പ് വെലോസിറ്റിനെ കുറിച്ചാണ്. ഇത് മാസ് എം, ഇത് മാസ് എം. ഓക്കെ, ഈ രണ്ട് മാസ് എമ്മും തമ്മിലുള്ള ദൂരം L, 2L. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം L. ഈ പോയിന്റിൽ ഒരാളുണ്ട് എന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, സോ ഈ പോയിന്റിൽ ഒരാളുണ്ട് മീൻസ് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി v. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എനർജി പറയാം. ടോട്ടൽ എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്, എസ്കേപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ശരിയല്ലേ? ടോട്ടൽ എനർജി എന്താവും? 0. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റിലെ ടോട്ടൽ എനർജി പറഞ്ഞാൽ മതി. ഇനീഷ്യൽ എനർജി, അതായത് ഈ പോയിന്റിലെ ടോട്ടൽ എനർജി പറഞ്ഞാൽ മതി. പറയും ഇവിടെ ടോട്ടൽ എനർജി പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എത്ര? ½ m into v². സോ ഇതിനാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. മൈനസ്, ഇതിനാ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഈ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര? ഈ പോയിന്റിൽ മൈനസ് gmm/r മൈനസ് ജി, മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ, ഇട്ടുണ്ട്, മൈനസ് gmm. ഏത്? നിൻ്റെ മാസ് സ്മോൾ എം ബൈ എൽ. പക്ഷേ എത്ര ഉണ്ട്? 2 എണ്ണം. അവിടെ 2 മാസില്ലേടാ, 2 മാസില്ലേ? അപ്പോൾ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമല്ലോ. സോ കൈനറ്റിക് എനർജി കിട്ടി, പൊട്ടൻഷ്യൽ എനർജി. സോ ടോട്ടൽ എനർജി ബിക്കം 0, ഇറ്റ് വിൽ എസ്കേപ്പ്. ശരിയല്ലേ? ആ 0 കൊടുത്താൽ ½ m v² ഇവിടെ നിൽക്കട്ടെ. ½ m v escape square equal to 2g capital M small m by L. ശരിയല്ലേ? m get cancel, 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 വരും.
അപ്പോൾ വി എസ്കേപ്പ് നിന്ന് 4 പുറത്ത് വരും. സോ ഇറ്റ് ബിക്കം വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ജി എം ബൈ എൽ. 2 ഇൻറ്റു റൂട്ട് ജി എം ബൈ എൽ. 2 ഇൻറ്റു റൂട്ട് ജി എം ബൈ എൽ ഉണ്ടോ നമുക്ക്? അതാ ഓപ്ഷൻ ബി. ശരിയല്ലേ? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? Okay, then moving to question number 27. Question number 27. Two satellites of Earth S1 and S2 are moving in the same orbit. The mass of S1 is 4 times the mass of S2. Which of the following statement is true? The time period of S1 is 4 times that of S2. Option B, the potential energies of Earth and satellite in the two cases are equal. C, S1 and S2 are moving with the same speed. D, the kinetic energy of the two satellites are equal. അപ്പോൾ 2 സാറ്റലൈറ്റ് ഉണ്ട്, S1 S2 ഒരേ ഓർബിറ്റിലാട്ടോ. ഒരേ ഓർബിറ്റിലാണ്. 2 സാറ്റലൈറ്റ് ഓഫ് എർത്ത് S1 S2 ആർ മൂവിങ് ഇൻ ദ സെയിം ഓർബിറ്റ്. മാസ് S1ഉം ഓക്കെ മാസ് 4 times S2. വിച്ച് ഓഫ് ദ ഫോളോയിങ്? ടൈം പീരീഡ് സെയിം ആയിരിക്കൂടാ. ഓക്കെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ? സ്ക്വയർ ഓഫ് ടൈം. എന്താ കെപ്ലർസ് ലോ പറയുന്നത്? സ്ക്വയർ ഓഫ് ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് റേഡിയസ്. ഇവിടെ ഈ ഓർബിറ്റിൻ്റെ ഉണ്ടല്ലോ, സോറി സാറ്റലൈറ്റിൻ്റെ മാസിന് ഇൻഡിപെൻഡൻ്റാണ്. സാറ്റലൈറ്റിൻ്റെ മാസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. അല്ല സോറി അതിന് ഇൻഡിപെൻഡൻ്റ്, അത് ഡിഫറെൻ്റ് ആയിട്ടും കാര്യമില്ല. കാരണം അതിൻ്റെ ടൈം പീരീഡോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെലോസിറ്റി അതിൻ്റെ മാസിന് ഡിപ്പെൻഡ് ചെയ്യില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുക എന്തിനെ അറിയുമോ? ഈ മാസിന് ഡിപ്പെൻഡ് ചെയ്യും. ഏത് മാസം എന്നറിയുമോ? നിങ്ങളെ പ്ലാനറ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് രണ്ടിനും സെയിം അല്ലേ വരിക? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർബിറ്റിൻ്റെ സൈസ് സെയിമാണ്. അങ്ങനെയാണെങ്കിൽ പ്ലാനറ്റ് മാറുന്നില്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി സെയിം ആയിരിക്കും. അതിനർത്ഥം ടൈം പീരീഡ് എന്തായിരിക്കും? രണ്ടിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയല്ലേ? ടൈം പീരീഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ സെയിം ആണെന്നല്ല പറയുന്നത്. 4 times തെറ്റാ. ഓപ്ഷൻ ബി, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ എർത്ത് ആൻഡ് സാറ്റലൈറ്റ് ഇൻ ദ ടു കേസസ് ആർ ഈക്വൽ. The potential energies of the earth and satellite in the two cases are equal. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആയിരിക്കും. കറക്റ്റാണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൽ ഓർബിറ്റിൻ്റെ ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പോൾ ഓർബിറ്റിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സെയിം ആയിരിക്കും. ശരിയല്ലേ? ക്ലിയർ? കറക്റ്റ്. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. സ്പീഡ് റൂട്ട് ജി എം ബൈ with the same speed. Two satellite of Earth S1 S2 are moving in the same orbit. The mass of the S1ന്റെ മാസ് ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. സെയിം സ്പീഡ്. ഇതിൽ പൊട്ടൻഷ്യൽ എനർജി എന്തിനാണ് യോജിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് ആൻഡ് സാറ്റലൈറ്റ് ഇൻ ദ ടു കേസസ് ആർ ഈക്വൽ. ഓക്കെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എർത്ത് ഇവ ശ്രദ്ധിക്കണുണ്ടോ? അതിൽ സാറ്റലൈറ്റ് എടുക്കുകയാണെങ്കിൽ എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റ് എന്ന് വിചാരിക്കും. ആ ഓർബിറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക? ഇതിൻ്റെ സാറ്റലൈറ്റ് മാസ് എം ആണെങ്കിൽ അത് എർത്ത് കൊടുത്തിട്ട് അതൊരു സംശയമുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ മാസ് എമ്മും എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ് ഇരിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക? -GMM ഇവിടേക്കുള്ള ഓർബിറ്റിലേക്കുള്ള ദൂരം 6. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി -GMM/r ആണ്. പക്ഷേ രണ്ടാമത്തെ സാറ്റലൈറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മാസ് 4 times കൂടുന്നില്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈക്വൽ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് അത് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ അല്ല വരിക. അതിലൊരു ഓപ്ഷൻ കൂടി കറക്റ്റാണ്. ഞാനത് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ച്. വെലോസിറ്റി S1 ഇവിടെ നോക്ക്. S1 and S2 ആർ മൂവിങ് ഇൻ ദ സെയിം സ്പീഡ് സെയിം ആയിരിക്കും. കാരണം ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ? ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? V = √GM/r. ഓർബിറ്റൽ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് നിങ്ങളെ പ്ലാനറ്റിൻ്റെ മാസിനെ, 2 G കോൺസ്റ്റൻറ്റ്, 6 റേഡിയസ്. അതായത് ഓർബിറ്റ് സെയിം ആകുമ്പോൾ രണ്ടിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സി ആണ് ആൻസർ കേട്ടോ. കൈനറ്റിക് എനർജി ഡിഫറെൻറ്റാണ്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ½ mv². ഓർബിറ്റൽ വെലോസിറ്റി സെയിം ആയിരിക്കാറില്ല, മാസ് ഡിഫറെൻറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. Then moving to question number 28. The escape velocity from the Earth is v. The escape velocity of a planet whose mass and radius are twice that of Earth. Those of Earth is okay. Escape velocity equation എന്താ? √2gm/r. √2gm/r. That escape velocity. Wait.
velocity is equal to root 2gm by r. ഇതിൽ മാസ് ജി എമ്മിന് ജി ആർ സ്ക്വയർ നേരെ റൂട്ട് 2gr. കറക്റ്റ്. The escape velocity from the planet whose mass and radius are twice. മാസും റേഡിയസും ട്വൈസാ. രണ്ടും ട്വൈസ് ആയിട്ട് കാര്യമില്ല. രണ്ടും ട്വൈസ് ആകുമ്പോൾ ക്യാൻസൽ ആയി പോകും. മാസ് ട്വൈസാ. എസ്കേപ്പ് വെലോസിറ്റി എന്ന പ്ലാനറ്റ് ഹൂസ് മാസ് ആൻഡ് റേഡിയസ് ബോത്ത് ആർ ട്വൈസ്. രണ്ടും ട്വൈസ് ആകുമ്പോൾ ക്യാൻസൽ ആയി പോലെ. ട്വൈസ് ക്യാൻസൽ. സോ ഇറ്റ് ബിക്കം വി ഇറ്റ് സെൽഫ്. ഓപ്ഷൻ എ. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കുക. If g is the acceleration due to gravity at the Earth's surface and r is the radius of the Earth, then the minimum kinetic energy required to make the body move to infinity from Earth's surface. Okay. ചോദിച്ചിരിക്കുന്നത് the minimum kinetic energy required to make the body move from infinity from the Earth's surface. Okay. അപ്പോൾ അവർ ചോദിച്ചത് ഓക്കെ, ഈ ആക്സിലറേഷൻ ഗ്രാവിറ്റി ജി എന്ന് പറയുന്നുണ്ട്, എർത്ത് സർഫസിൻ്റെ റേഡിയസ് ആറാന്ന് പറയുന്നുണ്ട്. ഓക്കെ, എർത്തിൻ്റെ സർഫസ് ആണ്, എർത്തിൻ്റെ റേഡിയസ് ആറാന്ന് പറയുന്നുണ്ട്. ഓക്കെ, റേഡിയസ് ആറാണ്. ദെൻ ദ മിനിമം കൈനറ്റിക് എനർജി റിക്വയർഡ് ടു മേക്ക് എ ബോഡി മൂവ് ടു ഇൻഫിനിറ്റി ഫ്രം എർത്ത് സർഫസ്. ഓക്കെ, മിനിമം ഇവിടുന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള കൈനറ്റിക് എനർജി എത്രയാണ്? എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ അറിയില്ലേ, റൂട്ട് 2gr, അത് നേരെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കൈനറ്റിക് വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താ? റൂട്ട് 2gr. കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം ഇൻറ്റു വി എസ്കേപ്പിൻ്റെ സ്ക്വയർ. സോ ഇറ്റ് ബിക്കം ഹാഫ് ഇൻറ്റു പറഞ്ഞോ എം ഇൻറ്റു വി എസ്കേപ്പിൻ്റെ സ്ക്വയർ. ഇത് സ്ക്വയർ ചെയ്ത് റൂട്ട് ഒഴിവാക്കും. റൂട്ട് 2gr ക്യാൻസൽ. സോ ആൻസർ ഈസ് mgr. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. Okay, then moving to question number 30. Okay. A body is released from a height h, take t time to reach Earth's surface. The time taken by the same body to release from the same height to reach the moon surface would be g equal to g by 6 of Earth. Option A t, option B t 60, option C root 60, option D 6 t by 6. Clear? Okay. നോക്ക്, ഒരു ബോഡി ഉണ്ട്, ആ ബോഡി റിലീസ് ചെയ്യാണ് അറ്റ് ഹൈറ്റ് എച്ച് ഹൈറ്റിൽ നിന്ന് ബോഡി റിലീസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, എ ബോഡി ഈസ് റിലീസ്ഡ് ഫ്രം ഹൈറ്റ് എച്ച്, ടേക്സ് ടി ടൈം ടു റീച്ച് എർത്ത് സർഫസ്. ഓക്കെ, എർത്ത് സർഫസിൽ എത്താൻ റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുടെ വാല്യൂ 0 ആണ്. ടി ടൈം കൊണ്ട് എർത്തിൻ്റെ സർഫസിൽ എത്തും. എടാ, ആ ടീൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടി ഈക്വൽ ടു റൂട്ട് 2h/g. ശരിയല്ലേ? ദ ടൈം ടേക്കൺ ബൈ ദ സെയിം ബോഡി ടു റിലീസ് ഫ്രം സെയിം ഹൈറ്റ് ടു റീച്ച് ദ മൂൺ സർഫസ്. ഓക്കെ, മൂൺ സർഫസിന് ഇതേ എക്സ്പെൻഡ് ചെയ്താൽ എന്തായിരിക്കുന്നു? സെയിം ഹൈറ്റിലാണ് പറയുന്നത്. അപ്പോൾ ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ജി. സോ ടി ഓൺ മൂൺ ബൈ ടി ഓൺ എർത്ത് ഈക്വൽ ടു റൂട്ട് തല തിരിച്ചിട്ട് ജി ഓഫ് എർത്ത് ബൈ ജി ഓഫ് മൂൺ. ശരിയല്ലേ? ജി ഓഫ് എർത്ത് ജി എന്നിട്ടാൽ ജി ഓഫ് എർത്ത് എന്നിട്ടാൽ ജി ഓഫ് മൂണിനെ ജി ഓഫ് എർത്ത് ബൈ 6 എന്ന് എഴുതാം. സോ ക്യാൻസൽ. It become root 6. So what is T moon? T moon is equal to root 6 into T earth. So answer is root 60. Option C is the correct answer. Clear? Question number 31. If R is the radius of the earth, G is the acceleration due to gravity on the surface of the earth, the mean density of the earth is. Okay. ജി എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ഗ്രാവിറ്റിയുടെ സർഫസ് അത് ജീൻ്റെ വാല്യൂ എന്താ അറിയുമോ? ജി എം ബൈ എന്താ? ആർ സ്ക്വയർ ആണ്. ഇനി ഡെൻസിറ്റി ടേം അവർ ചോദിച്ചു. ഒരു കാര്യമുണ്ട്, ജി ബൈ ആർ സ്ക്വയർ അവിടെ നിർത്ത്. മാസിൻ്റെ ഡെൻസിറ്റീൻ്റെ വോളിയം ചെയ്ത് വോളിയം എന്താ? 4/3 പൈ ആർ ക്യൂബ് അല്ലേ? ആർ ക്യൂബിൽ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യി. റോനെ മാത്രം അവിടെ നിർത്ത്. റോൺ അവർ ചോദിച്ചത് 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യി. 3g ബൈ താഴെ നമ്പർ അങ്ങനത്തെ എഴുത്. 4 ഉണ്ട്, ക്യാപിറ്റൽ ജി ഉണ്ട്, 4 ഉണ്ട്, ക്യാപിറ്റൽ ജി ഉണ്ട്, പൈ ഉണ്ട്, ആർ ഉണ്ട്. സോ ആൻസർ ഈസ് 3g by 4g pi r. 3g by 4 pi g r. Option D is the correct answer. Clear? Okay, then moving to question number 32. Okay. Acceleration due to gravity on the surface of the moon is 1/6 of that of
that on the surface of the earth, and the diameter of the moon is 1/4 of the that of earth. If the escape velocity from the earth is 11 kilometer per second, the escape velocity from the moon is okay. escape velocity ഇതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ടേമുകൾ നോക്കിട്ടോ. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കുക എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ ചെയ്ത് ഈ എസ്കേപ്പ് ഇസ് ഈക്വൽ ടു √2g × r. ശരിയല്ലേ? √gm/r ആണ്, √2gm/r ആണ്, അത് √2gr എന്ന് എഴുതാം. സോ മൂണിലാണ് യൂസ് ചെയ്തത്. വി മൂൺ ബൈ വി എർത്ത് ഈക്വൽ ടു റേഷ്യോ √2 വേണ്ട, നേരെ റേഷ്യോ എടുത്താൽ മതി. ജി മൂൺ ബൈ ജി എർത്ത് ഇൻറ്റു ആർ മൂൺ ബൈ ആർ എർത്ത്. ക്ലിയർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു √g മൂൺ ബൈ ജി എർത്ത് പറഞ്ഞിട്ടുണ്ട്. ആക്സിലറേഷൻ ഗ്രാവിറ്റി ഓഫ് ദി സർഫേസ് ഓഫ് ദ മൂൺ ഈസ് ജി മൂൺ ഈക്വൽ ടു 1/6 ഓഫ് ജി എർത്ത്. ഇതിൽ നിന്ന് ജി മൂൺ ബൈ ജി എർത്ത് എന്താ? 1/6. സോ ദിസ് റേഷ്യോ ബിക്കം 1/6 ഇൻറ്റു ആർ മൂൺ ബൈ ആർ എർത്ത് കിട്ടണം. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഡയമീറ്റർ ഓഫ് ദ മൂൺ ഈസ് 1/4 ഓഫ് ദാറ്റ് ഓഫ് എർത്ത്. ഡയമീറ്റർ ഓഫ് മൂൺ ഈസ് 1/4 ഓഫ് ഡയമീറ്റർ ഓഫ് എർത്ത്. അവിടെ അപ്പോൾ ഡയമീറ്റർ ഓഫ് മൂൺ ബൈ ഡയമീറ്റർ ഓഫ് എർത്ത് എന്താ? 1/4. അതിനായിരിക്കും റേഡിയസിൻ്റെ റേഷ്യോ, കാരണം റേഡിയസ് സെയിം അല്ലേ? 1/4. 6 × 4 24, 1/√24. ശരിയല്ലേ? 1/√24. സോ വി ഓൺ മൂൺ ഈക്വൽ ടു വി ഓൺ എർത്ത് ബൈ √24. അതാണ് ആൻസർ. വി ഓൺ മൂൺ ബൈ 24. 11. അതിൽ വി ഓൺ എർത്ത് 11 തന്നിട്ടുണ്ട്. 11/√24. 11/√24 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? Okay. Then moving to question number 33. A solid sphere of mass m, radius r has a spherical cavity of radius r/2 such that the center of cavity at a distance r/2 from the center of the sphere. A point m is placed inside the cavity at a distance r/4 from the center of the sphere. The gravitational pull between the sphere and the point of mass is option A 11 gmm/r square, option B 14 gmm/r square, option C gmm/2r square, option D gmm/r square. ഇതിൽ ഇത് ശരിക്കും കൺസെപ്റ്റ് ഇതാണ്. ഇതൊരു ക്യാവിറ്റി ആണെങ്കിൽ, ഇതൊരു സ്ഫിയർ ആണെങ്കിൽ, ആ സ്ഫിയറിൻ്റെ ക്യാവിറ്റി, ഉള്ളിലൊരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിലെ സെൻറ്ററിലേക്കുള്ള ദൂരം ആണെങ്കിൽ, ഇതിൻ്റെ മാസ് എം ആണെങ്കിൽ, ഈ ക്യാവിറ്റിക്കുള്ളിൽ ഏത് പോയിന്റിലെയും ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇ ഈക്വൽ ടു gmr/R3, where r is the distance from the center of the solid sphere to the center of the shell. ഷെല്ലിലേക്കുള്ള സെൻറ്റർ ഓഫ് ദി ഷെല്ലിലേക്കുള്ള ദൂരം. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഫീൽഡ് ഇ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ശ്രദ്ധിക്കണം. ജി എമ്മിൽ എം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വലിയ സ്ഫിയറിൻ്റെ മാസ്, ആർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വലിയ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയ ഷെല്ലില്ലേ, ഹോള്, ആ ഹോളിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം. അതിനുള്ളിൽ ഏത് പോയിന്റിലെയും ഫീൽഡ് സെയിം ആട്ടോ, ഡിവൈഡഡ് ബൈ റേഡിയസിൻ്റെ ക്യൂബ്. ഈ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് ഇതിൻ്റെ റേഡിയസ്, വലിയ സ്ഫിയറിൻ്റെ റേഡിയസ് ആറാണ്. പിന്നെ എന്താ പറയണത്? ഇതിലൊരു ക്യാവിറ്റി ഉണ്ടാക്കി, ആ ക്യാവിറ്റിൻ്റെ റേഡിയസ് r/2 ആണ്. അതിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ് r/2 തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആറാണ്. ഇതിൻ്റെ r/2 ദൂരത്തിൽ ഒരു സ്ഫിയർ, ഒരു ക്യാവിറ്റി ഉണ്ടാക്കി. അപ്പോൾ ആ ക്യാവിറ്റി ഇങ്ങനെയല്ലേ ഉണ്ടാകുക? ആ ക്യാവിറ്റി എങ്ങനെ വേണേ ആവാം, അങ്ങനെ തന്നെ ഒന്നുമില്ല, ഇവിടേക്കാവും. ഓക്കെ, ആ ക്യാവിറ്റിയിലേക്കുള്ള ദൂരം ഉറപ്പിച്ച് മനസ്സിലാക്കിയോ. സ്മോൾ ആറിൻ്റെ വാല്യൂ എന്ത് തന്നിട്ടുണ്ട്? r/2 തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ക്യാവിറ്റിക്ക് r/4 ഡിസ്റ്റൻസ് ആകല്ലേ ഇതാ. എന്നിട്ട് ആ ക്യാവിറ്റിയിൽ പോയിന്റ് മാസ് എം ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് റേഡിയസ് r/4, ക്യാവിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് r/4. അപ്പോൾ ക്യാവിറ്റീൻ്റെ സെൻറ്ററിൽ സെൻറ്റർ ഏതാ? ഇവിടുന്ന് r/4 ഡിസ്റ്റൻസ് ആകല്ലേ. r/4 എന്ന് അതിൻ്റെ പകുതി. ഈ ഞാൻ വരയ്ക്കുന്ന സർക്കിളിൻ്റെ എവിടെയോ ഒരു പോയിന്റിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മാസ് വെച്ചിട്ടുണ്ട്. ആ മാസ് എത്രയാണ്? എം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ചോദിച്ചു. ആദ്യം ആ ക്യാവിറ്റിക്ക് ഇൻസൈഡുള്ള പോയിന്റിലെ ഫീൽഡ് പറ. അറ്റ് എവറി പോയിന്റ് ദ ഫീൽഡ് ഈസ് ദിസ് മച്ച്. പറയും ഫീൽഡ് എന്താ? ജി ക്യാപിറ്റൽ എം. ആർ എത്രയാ? സെൻറ്ററിലേക്കുള്ള ദൂരം r/2 ബൈ r3. കട്ട് ചെയ്യടാ, r3 ആറും കട്ടാവും, സ്ക്വയർ. ഈ 2 താഴെ വരും. gm/2r². ഇത് ഫീൽഡ്. എന്നോട് ഫോഴ്സ് അല്ലേ ചോദിച്ച്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഫീൽഡ്. സോ ആൻസർ ഈസ് G capital M small m by 2r². So this is answer. Clear? Okay. Wait. Option A. Gm by 2r². Option C is the correct answer. Clear?
Next, moving to question number 34. Okay. The value of G on the surface of the earth is smallest at an equator because equator ഏറ്റവും മിനിമം ആണുള്ള കാരണം. The centripetal force is maximum at the equator. The centripetal force is least at the equator. The angular speed of the earth is maximum at the equator. Angular speed of the earth is least at the equator. ആംഗുലാർ സ്പീഡ് ഉണ്ടല്ലോ, ആംഗുലാർ വെലോസിറ്റി ചോദിച്ചത്. ആംഗുലാർ വെലോസിറ്റി ശരിക്കും അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ എല്ലാ പോയിന്റിലെയും ആംഗുലാർ വെലോസിറ്റി ശരിക്കും എന്താ സെയിമാ. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒരു സാധനമല്ലേ, അത് സെയിമേ വരുള്ളൂ കേട്ടോ, അത് മാറൊന്നുമില്ല. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആലോചിച്ചാൽ മതി. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? mv² ഡിവൈഡ് ബൈ ആർ, ശരിയല്ലേ? അല്ലെങ്കിൽ mr⍵², ശരിയല്ലേ? ഈ mr⍵²ൽ ഈ ആർ ഏറ്റവും ലീസ്റ്റ് ഉള്ള സ്ഥലമാണ് എന്ത്? റേഡിയസ്. ഇതാ പോള്. ഈ പോളിൽ ആറിൻ്റെ വാല്യൂ ഏറ്റവും കുറവായിരിക്കും റേഡിയസ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എവിടെ ചോദിച്ചിരിക്കുന്നത്? ഇക്വേറ്ററിൽ. വാല്യൂ ഓഫ് ജി ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈ സ്മോളസ്റ്റ് ആവാൻ കാരണം ആറ് ഏറ്റവും മാക്സിമം വരുന്ന പോയിന്റ് അതാണ്. ഇത് പോള് ഇക്വേറ്ററിലാണ് ആകുന്നുണ്ട്. ഇക്വേറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഷേപ്പ് പഠിച്ചില്ല നമ്മളടാ. ഷേപ്പ് ഏറ്റവും ഇങ്ങനെയല്ലേ ഷേപ്പ്? ഇതാണ് ഇക്വേറ്റർ, ഇതാണ് പോള്. ഇക്വേറ്ററിലേക്കുള്ള റേഡിയസാണ് കൂടുതൽ. അപ്പോൾ ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്വേറ്ററിൻ്റെ സെൻട്രിപിറ്റൽ ഫോഴ്സും കൂടും. സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടുമ്പോൾ ജി വാല്യൂ കുറയും. ക്ലിയർ? സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിലാണ് ഏറ്റവും മാക്സിമം സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും കേട്ടോ, ബിക്കോസ് ദ റേഡിയസ് ഈസ് മാക്സിമം അറ്റ് ദാറ്റ് പോയിന്റ്. ആംഗുലാർ സ്പീഡ് പറയരുത്. ആംഗുലാർ സ്പീഡ് രണ്ടിനും ഒരു സാധനം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പോയിന്റിലെയും ആംഗുലാർ സ്പീഡ് എന്താ? സെയിം. ആംഗുലാർ സ്പീഡ് മാറില്ല കേട്ടോ. ആംഗുലാർ സ്പീഡ് വിൽ ബി റിമെയിൻ സെയിം. ക്ലിയർ? ഓക്കെ.